നമുക്ക് എല്ലാവർക്കും അറിയാം 3 ടൈപ്പ് ഓഫ് ഡാറ്റാസ് ആണ് ബഡ്ജറ്റിൽ പൊതുവെ ഉണ്ടാവുക. 2022 2023 എന്താണ് എസ്റ്റിമേറ്റ്, ബഡ്ജറ്റ് എസ്റ്റിമേറ്റിനെ പറ്റിയുള്ള ഡാറ്റാസ് ഉണ്ടാവും. ലാസ്റ്റ് ഇയറിൽ അതിന്റെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഉണ്ടാവും. അതായത് ഫിനാൻഷ്യൽ ഇയർ 2021 ആൻഡ് 2022 റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഉണ്ടാവും. ആൻഡ് ആക്ച്വൽ എസ്റ്റിമേറ്റ് ഓഫ് 2020 ആൻഡ് 2021 ആക്ച്വൽ എസ്റ്റിമേറ്റ് ഉണ്ടാവും. ഇങ്ങനെ 3 തരത്തിലുള്ള ഡാറ്റാസ് ആയിരിക്കും ഒരു ബഡ്ജറ്റിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ ബഡ്ജറ്റിൽ നമ്മൾ അറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ആർട്ടിക്കിൾ 112 പ്രകാരമാണ് ബഡ്ജറ്റ് വരുന്നത്. ഇതൊക്കെ ബേസിക് സാധനങ്ങളാണ്, നിങ്ങൾക്ക് അറിയാം. സോ ഐ ഡയറക്ട്ലി വിൽ ഡിസ്കസ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്ന ആദ്യം നമ്മൾ എക്കണോമിക്സിന്റെ ട്രെൻഡ് എന്താണ്, ഇന്ത്യൻ എക്കണോമിന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ ട്രെൻഡ് എന്തൊക്കെയാണ്, GDP ഗ്രോത്ത് റേറ്റ് എങ്ങനെയായിരുന്നു, വിവിധ ട്രെൻഡ് ഒന്ന് അനാലിസിസ് ചെയ്യും. കുറച്ച് ഭാഗങ്ങൾ നമ്മൾ എക്കണോമിക് സർവേയിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ലൈക്ക് അത് അറ്റൻഡ് ചെയ്ത ഒരു കൈൻഡ് ഓഫ് റിവിഷൻ ആയിരിക്കും ഓൾമോസ്റ്റ് ആ ഒരു ട്രെൻഡ് പാർട്ടില്. ദെൻ നമ്മൾ ബഡ്ജറ്റിൽ പ്രധാനമായിട്ട് പറയേണ്ടത് ബഡ്ജറ്റിന്റെ പ്രയോറിറ്റി ഏരിയാസ്, 4 പ്രയോറിറ്റി ഏരിയാസ് ഉണ്ട് ഈ വർഷത്തെ ബഡ്ജറ്റിന്. സോ ആ പ്രയോറിറ്റി ഏരിയാസ് ഡിസ്കസ് ചെയ്യും. അതിനകത്ത് ബഡ്ജറ്റ് അലോക്കേഷൻ വന്നിട്ടുള്ള ഡിഫറെന്റ് സ്കീംസ്, ആ സ്കീംസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ പ്രിലിംസ് പെർസ്പെക്റ്റീവിലായിരിക്കും ഡിസ്കഷൻ കംപ്ലീറ്റ്. മെയിൻസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ പോവില്ല. സോ അതിന്റെ അനാലിസിസിലേക്ക് നമ്മൾ പോവില്ല. കൂടുതലും ഫാക്ച്വൽ ഇൻഫർമേഷനും കാര്യങ്ങളും ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ലാസ്റ്റ് GDP ഗ്രോത്ത് റേറ്റിനെ പറ്റിയാണ് നോക്കുന്നത്. GDP ഗ്രോത്ത് റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ as you know that last year we have witnessed a negative growth rate of minus 7.5 നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ദിസ് ഇയർ വി ബൗൺസ് ബാക്ക് ടു 8.6% GDP ഗ്രോത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GDP ഗ്രോത്ത് റേറ്റ് നെഗറ്റീവ് ആയത് കോവിഡിന്റെ പീരീഡിൽ മാത്രമാണോ എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക് അനാലിസിസ്, ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ബിഫോർ കോവിഡിന്റെ പീരീഡിന് മുമ്പ് തന്നെ 2016 തൊട്ട് തന്നെ GDP വാസ് ഓൺ എ ഡിക്ലൈനിങ് സ്റ്റേജ്. എന്തുകൊണ്ടായിരിക്കും ഈ കോവിഡിന്റെ പീരീഡിന് മുമ്പ് തന്നെ GDP ഡിക്ലൈൻ ആവാനുള്ള റീസൺസ് അറിയാമോ? എന്തുകൊണ്ടായിരിക്കും 2016 സ്ട്രക്ചറൽ റിഫോംസ്, ഗവൺമെന്റ് കുറച്ച് സ്ട്രക്ചറൽ റിഫോംസ് ക്യാരി ഔട്ട് ചെയ്തിരുന്നു. ഡിമോണിറ്റൈസേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇൻട്രൊഡക്ഷൻ ഓഫ് GST ചെയ്തു. അതല്ലാതെ തന്നെ ഗ്ലോബൽ ട്രേഡ് സിനാരിയോ നോക്കുകയാണെങ്കിൽ ട്രേഡ് വാറിന്റെ പീരീഡ് ആയിരുന്നു 2016 ഓൺവേർഡ്സ് അല്ലെ. അപ്പം ഈ സിനാരിയോ കൊണ്ടൊക്കെ തന്നെ 2016 ഓൺവേർഡ്സ് തന്നെ there was a declining of GDP. So ഒരു സ്റ്റേറ്റ്മെന്റ് വരുവാണ്, നിങ്ങളോട് ചോദിക്കുകയാണ് GDP started declining only after COVID period എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. GDP actually started declining from 2016 onwards, but 2020 പീരീഡ് ആയി കഴിഞ്ഞപ്പോൾ, കോവിഡിന്റെ പീരീഡ് ആയപ്പോൾ we have witnessed a negative growth rate. And this year, ലാസ്റ്റ് ഇയറിലെ ഗ്രോത്ത് 2021-2022 ഫിനാൻഷ്യൽ ഇയറിലെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 8.6% ഗ്രോത്ത് റേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ലാസ്റ്റ് ഇയർ നമ്മൾ പറഞ്ഞു 2021 പീരീഡിൽ ഇന്ത്യ ഹാസ് വിറ്റ്നസ്ഡ് എ നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് അല്ലെ. സോ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കുകയാണ്, ഫോർ ദ ഫസ്റ്റ് ടൈം ഇന്ത്യ ഈസ് വിറ്റ്നസിംഗ് എ നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് ഇൻ 2020 എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ ശരിയാണോ തെറ്റാണോ? ഇന്ത്യ ആദ്യമായിട്ടാണോ നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് വരുന്നത്? അതെ, ഇന്ത്യ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ആണ് ഇന്ത്യ നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ഐ റീച്ച് ലൈക്ക് സ്റ്റേറ്റ്മെന്റ് മാറ്റിയിട്ട് ഞാൻ പറയാണ്, ഫോർ ദ പാസ്റ്റ് 40 years ഇന്ത്യ ഹാസ് വിറ്റ്നസിംഗ് നെഗറ്റീവ് ഗ്രോത്ത് ഫോർ ദ ഫസ്റ്റ് ടൈം. കഴിഞ്ഞ 40 വർഷത്തിനുള്ളിൽ ഇന്ത്യ ഫസ്റ്റ് ടൈം ആണ് ഒരു നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് വിറ്റ്നസ് ചെയ്യാന്ന് പറഞ്ഞാലോ ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഓക്കെ, സോ ലാസ്റ്റ് ടൈം ആയത് 1980 ഇന്ത്യ ഹാസ് വിറ്റ്നസ്ഡ് എ നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ്. ദെൻ ലാസ്റ്റ് 40 years ഇന്ത്യ നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് വിറ്റ്നസ് ചെയ്തില്ല. അതിനുശേഷം ഈ തവണയാണ് കോവിഡിന്റെ പീരീഡിൽ ആണ് നമുക്ക് എന്ത് വരുന്നത്, നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് വരുന്നത്. സോ ഓവറോൾ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ കോവിഡിന്റെ പീരീഡ് കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ അറൌണ്ട് 5 times നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 5 times ഇന്ത്യ ഹാസ് വിറ്റ്നസ്ഡ് നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ്. ഇയർ വലിയ ഇമ്പോർട്ടന്റ് അല്ല. ഫസ്റ്റ് 1958 നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് ആയിരുന്നു, 1966, 1973 ആൻഡ് 1980. ഇയർ വലിയ ഇമ്പോർട്ടന്റ് അല്ല, ഓർത്തിരിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇന്ത്യ പാസ്റ്റ് ടോട്ടൽ ടൈമിൽ ഒരു 5 പ്രാവശ്യം ഇന്ത്യ നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫോർ ദ പാസ്റ്റ് 40 years ഇന്ത്യ ആദ്യമായിട്ടാണ് ഈ കോവിഡിന്റെ പീരീഡിൽ നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് വിറ്റ്നസ് ചെയ്യുന്നത്. സോ GDP ഇൻ കോൺസ്റ്റന്റ് പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ GDPന്റെ സ്ലൈഡ് മാറിയോ? ഇല്ല, ഐ തിങ്ക് നെറ്റ് സ്ലോ ആണെന്ന് തോന്നുന്നു. അതെ, ഓക്കെ. സോ GDP കോൺസ്റ്റന്റ് പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ GDPന്റെ കോൺസ്റ്റന്റ് പ്രൈസിൽ ലാസ്റ്റ് 2019-20
ഉണ്ടായിരുന്നത്. അത് ബിഫോർ കോവിഡിന്റെ GDP നമ്മൾ പറയുകയാണെങ്കിൽ 145.7 lakh crore ആയിരുന്നു നമ്മളെ GDP എന്ന് പറയുന്നത്. പക്ഷെ ബിക്കോസ് ഓഫ് കോവിഡ് അവർ GDP ഹാസ് ഡിക്ലൈൻ. ദിസ് ഈസ് കോൾഡ് 7% നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് നമ്മൾ നേരത്തെ കണ്ടില്ല. അതാണ് ഈ കാണുന്നത്. 135 lakh crore നമ്മൾ GDP കുറഞ്ഞു. ബട്ട് ലാസ്റ്റ് ഇയർ we have reached back to 147.5. That means നമ്മൾ ഓൾറെഡി മുന്നേ ഉണ്ടായിരുന്ന പീരീഡിനെക്കാട്ടും തിരിച്ച് ഗ്രോത്ത് ബൗൺസ് ബാക്ക് ചെയ്തു. ദിസ് ഈസ് കോൾഡ് വി ഷേപ്പ് റിക്കവറി. 147 ആയിരുന്നു നമ്മുടെ ടോട്ടൽ GDP കോൺസ്റ്റന്റ് പ്രൈസിൽ. അത് 135 വന്നു. അതിനുശേഷം തിരിച്ച് 147 തിരിച്ചു വന്നു. സോ ദിസ് ഈസ് കോൾഡ് വി ഷേപ്പ് റിക്കവറി. സോ various experts are saying India is witnessing V-shaped recovery. Last time Mains also asked. So some people are saying India is witnessing K-shaped recovery because there are few sectors which is not like yet to recover, especially sectors like service sector. നമ്മൾ എക്കണോമിക് സർവേ ഡിസ്കസ് ചെയ്യുമ്പോൾ കണ്ടു സർവീസ് സെക്ടർ നമ്മൾ പ്രീ കോവിഡിന്റെ പീരീഡിന്റെ അത്രയും തിരിച്ചു വന്നിട്ടില്ല. അതുപോലെ തന്നെ ടൂറിസം സെക്ടർ ആണെങ്കിലും, ബിക്കോസ് ടൂറിസം സെക്ടറും കോണ്ടാക്ട് ഇന്റൻസീവ് സെക്ടേഴ്സ് ആണ്. സോ കോണ്ടാക്ട് ഇന്റൻസീവ് സെക്ടേഴ്സും എന്ത് ചെയ്തിട്ടില്ല, പ്രീ കോവിഡിന്റെ പീരീഡിൽ നിന്ന് റിവൈവ് ചെയ്തിട്ടില്ല. സോ ദ ടേംസ് ആർ വെരി ഇമ്പോർട്ടന്റ്. എന്താണ് കോണ്ടാക്ട് ഇന്റൻസീവ് സെക്ടർ എന്ന് വേണമെങ്കിൽ UPSC ചോദിക്കാം. സോ കൂടുതൽ ആളുകളുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഇൻഡസ്ട്രീസിനാണ് കോണ്ടാക്ട് ഇന്റൻസീവ് സെക്ടർ എന്ന് പറയുന്നത്. അത് നമുക്ക് ആ വേർഡിൽ തന്നെ എലിമിനേറ്റ് ചെയ്ത് കളയാനും പറ്റും. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ GDP ടോട്ടൽ GDP ഒരു -7% ഡിക്ലൈൻ വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ഇയർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇയറിൽ ബിക്കോസ് ഓഫ് കോവിഡ് ലോക്ക്ഡൌൺ നമുക്ക് ഡബിൾ ട്വിൻ ഷോക്ക് ആയിരുന്നു അല്ലെ. ബോത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ സൈഡ് ഡിസ്ട്രപ്ഷൻ ആയിരുന്നു ഈ കോവിഡ് ലോക്ക്ഡൌണിൽ ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്റ്റ് ആയി, അതുപോലെ തന്നെ ഡിമാൻഡ് സൈഡിലും ഡിസ്ട്രപ്ഷൻ വന്നു. സോ ഈ ഒരു പീരീഡ്, ഈ ഒരു ഇയർ ഇന്ത്യയുടെ ഗ്രോത്തിൽ നിന്ന് എല്ലാ കൺട്രികൾക്കും മിസ്സായി, അതുപോലെ തന്നെ ഇന്ത്യക്കും ആ ഗ്രോത്ത് റേറ്റിൽ ആ ഒരു ഇയർ മിസ്സായി പോയി. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ഈ ഒരു സിറ്റുവേഷന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഗവൺമെന്റ് നമ്മളിപ്പം ബിസിനസ് സൈക്കിൾ പോളിസീസ്, ബിസിനസ് സൈക്കിൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ബൂം പീരീഡ്, റിസഷൻ, ഡിപ്രഷൻ പീരീഡിലേക്ക് പോകുന്ന ബിസിനസ് സൈക്കിൾ പോളിസി. സോ നോർമലി എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെന്റ് വിൽ സ്പെൻഡ്, ഈ ബൂം പീരീഡ് വരുന്ന സമയത്ത് കൂടുതൽ പ്രൈവറ്റ് സെക്ടേഴ്സ് എന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും. കാരണം ദർ ഈസ് എ ബൂം പീരീഡ്. അവിടെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ട് പൈസ വരും. സോ ബിഫോർ ലൈക്ക് 3-4 years ബാക്ക്, ലൈക്ക് ഗവൺമെന്റിന്റെ ഒരു പോളിസി ഓഫ് ഫിസിക്കൽ പോളിസി, സ്പെൻഡിങ് പോളിസി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബൂം പീരീഡിൽ പ്രൈവറ്റ് സെക്ടർ സ്പെൻഡ് ചെയ്യുന്ന അതേ സമയത്ത് ഗവൺമെന്റ് സെക്ടറും സ്പെൻഡ് ചെയ്യും. സോ ദർ ഇസ് എ ഗ്രോത്ത് റേറ്റ്. എക്കണോമി ബൂമിൽ നിൽക്കുകയാണ്, ആ സമയത്ത് പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ് ചെയ്യും, ഗവൺമെന്റ് സെക്ടർ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ ഈ റിസഷനിലേക്ക് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് പ്രൈവറ്റ് സെക്ടർ വിൽ വിഡ്രോ ഫ്രം ഇൻവെസ്റ്റ്മെന്റ്. കാരണം ഫ്യൂച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ റിസഷൻ ആണ്. റിസഷനിൽ ഒരിക്കലും പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ് ചെയ്യില്ല, അവർക്ക് റിട്ടേൺ ഉണ്ടാവില്ല. സോ പ്രൈവറ്റ് സെക്ടർ വിൽ വിഡ്രോ ഫ്രം ദി ഇൻവെസ്റ്റിംഗ് ഇൻ ദ എക്കണോമി അല്ലെ. അപ്പം ഇതേ സമയത്ത് തന്നെ പക്ഷെ ഗവൺമെന്റ് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെന്റ് ഓൾസോ വിൽ വിഡ്രോ ഫ്രം ദി ഇൻവെസ്റ്റിംഗ് ഇൻ എക്കണോമി. അതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, ഗവൺമെന്റ് സെക്ടർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ ഈ റിസഷൻ കുറച്ചുകൂടി ഡീപ്പൻ ചെയ്തിട്ട് അത് ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ സൈക്കിൾ, ബിസിനസ് സൈക്കിൾ പോളിസിന്റെ അതേ സൈക്കിളിൽ തന്നെ നമ്മൾ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്ന പോളിസിക്ക് വിളിക്കുന്ന പേരാണ് പ്രോ സൈക്ലിക്കൽ പോളിസി. ലാസ്റ്റ് ഇയർ എക്കണോമിക് സർവേ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ചാപ്റ്റർ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രോ സൈക്ലിക്കൽ പോളിസി ആൻഡ് കൗണ്ടർ സൈക്ലിക്കൽ പോളിസി. സോ ഈ ബിസിനസ് സൈക്കിൾ പോളിസിന്റെ അതിന്റെ കൂടെ തന്നെ ബൂം ആവുമ്പോൾ ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്യും, റിസഷനിലേക്ക് പോകുമ്പോൾ ഗവൺമെന്റ് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് വിഡ്രോ ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്റ്റേജിന് പോകുന്ന പോളിസി, ഒരു ഫിസിക്കൽ പോളിസിനെയാണ് പ്രോ സൈക്ലിക്കൽ പോളിസി എന്ന് പറയുന്നത്. സോ ദ പ്രോബ്ലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, റിസഷനിലേക്ക് എക്കണോമി പോവുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് റിസഷനിലേക്ക് പോകും, അതൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകും, തിരിച്ചു വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ലാസ്റ്റ് 2 years ഗവൺമെന്റിന്റെ കംപ്ലീറ്റ് പോളിസി സ്റ്റാൻഡ് മാറ്റി നൗ ഗവൺമെന്റ് ഈസ് അഡോപ്റ്റിംഗ് കൗണ്ടർ സൈക്ലിക്കൽ പോളിസി. കൗണ്ടർ സൈക്ലിക്കൽ പോളിസി എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് പീക്ക് പീരീഡ് വരുമ്പോൾ ഇവിടെ ദർ വിൽ ബി പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്. സോ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ അധികം ആവശ്യമില്ല, കാരണം ഒരുപാട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് വരും. എസ്പെഷ്യലി നമ്മൾ നോക്കുവാണെങ്കിൽ 2000 തൊട്ട് 2005 വരെയുള്ള പീരീഡ് ഇന്ത്യക്ക് ബൂം പീരീഡ് ആയിരുന്നു. സോ ഈ ബൂം പീരീഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ വന്നിട്ടുണ്ട്. സോ ഗവൺമെന്റിന് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല, ഗവൺമെന്റ് സോഷ്യൽ സെക്ടറിലേക്ക് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ് ആ സമയത്ത്. സോ ഗവൺമെന്റ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിസഷൻ വരുന്ന സമയത്ത്, വെൻ പ്രൈവറ്റ് സെക്ടർ വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഗവൺമെന്റ് എന്ത് ചെയ്യും, ഗവൺമെന്റ് വിൽ ഇൻജെക്ട് മോർ മണി വെൻ ദർ ഇസ് എ റിസഷൻ. ആ സമയത്ത് പ്രൈവറ്റ് സെക്ടർ മാറി നിൽക്കുമ്പോൾ ഗവൺമെന്റ് സ്റ്റാർട്ട് സ്പെൻഡിങ് ഓൺ ദി എക്കണോമി.
such kind of policy. Such kind of policy means ഇവിടെ എന്താ ചെയ്യുന്നത്, സൈക്കിൾ ഈ ബിസിനസ് സൈക്കിളിന്റെ കൗണ്ടർ ആയിട്ടാണ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. സൈക്കിള് പീക്കിൽ പോകുമ്പോൾ ഗവൺമെന്റ് അധികം സ്പെൻഡ് ചെയ്യുന്നില്ല, പക്ഷെ സൈക്കിൾ റിസഷനിലേക്ക് പോകുമ്പോൾ ഗവൺമെന്റ് വിൽ കം ഇൻ ദ പിക്ചർ ആൻഡ് ഗവൺമെന്റ് സ്റ്റാർട്ട് സ്പെൻഡിങ് ഓൺ ദി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. സോ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ വെൻ ദ ഗവൺമെന്റ് സ്പെൻഡ്, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളിപ്പം കോവിഡിന്റെ ലോക്ക്ഡൌൺ അല്ലെങ്കിൽ ഒരു റിസഷൻ വരുന്ന സമയമാണെങ്കിൽ ദർ വിൽ ബി റിഡക്ഷൻ ഓഫ് കൺസപ്ഷൻ അല്ലെ, കൺസപ്ഷൻ കുറയും. സോ ഈ കൺസപ്ഷൻ കുറഞ്ഞിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഡിമാൻഡ് കുറയുന്ന സിറ്റുവേഷനിലേക്ക് പോകണം. പക്ഷെ ഗവൺമെന്റ് ആ സമയത്ത് ഇവിടെ എന്ത് ചെയ്യും, ഗവൺമെന്റ് വിൽ ഇൻജെക്ട് മണി. സോ ഗവൺമെന്റ് സ്പെൻഡ് ഇൻക്രീസ് ചെയ്യും. സോ ഗവൺമെന്റ് സ്പെൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ പുതിയ ഇൻവെസ്റ്റ്മെന്റ് വരും. സോ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ആൻഡ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രൊഡക്ഷൻ വീണ്ടും ഇൻക്രീസ് ചെയ്യും. ആൻഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇൻകം കൂടും. ആൻഡ് ഇൻകം കൂടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ദിസ് വിൽ ലീഡ് ടു എക്കണോമിക് ഗ്രോത്ത് ആൻഡ് വിൽ ലീഡ് ടു എ വെർച്വസ് സൈക്കിൾ പോളിസി. സോ ഓൾറെഡി ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ ഇപ്പൊ നോർമൽ സ്റ്റേജിൽ ഇപ്പം റിസഷൻസ് ആയിട്ട് പ്രോ സൈക്കിൾ പോളിസിയിലാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ വിൽ ബി ലോ കൺസപ്ഷൻ. സോ ലോ കൺസപ്ഷൻ ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ലോ ഡിമാൻഡ് ആയിരിക്കും. ആൻഡ് ലോ ഡിമാൻഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ദർ വിൽ ബി ലോ പ്രൊഡക്ഷൻ. ആൻഡ് ലോ പ്രൊഡക്ഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് ലോ ഗ്രോത്ത് റേറ്റ് ആയിരിക്കും. ലോ ഇൻകം കുറയും. ആൻഡ് ദിസ് വിൽ ലീഡ് ടു ലോ കൺസപ്ഷൻ അഗൈൻ. സോ ദിസ് ഈസ് എ വിഷ്യസ് സൈക്കിൾ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇതിൽ പെട്ട് ഈ റിസഷൻ സ്ഥലത്ത് പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ വിഷ്യസ് സൈക്കിൾ. സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വാട്ട് ഗവൺമെന്റ് ഈസ് ലുക്കിംഗ് ഫോർ ദിസ്, ഈ ബഡ്ജറ്റിൽ കൃത്യമായിട്ട് ഗവൺമെന്റ് പറഞ്ഞത് ഗവൺമെന്റ് വാണ്ട്സ് ടു ക്രിയേറ്റ് എ വെർച്വസ് സൈക്കിൾ. ഈ വെർച്വസ് സൈക്കിൾ നമ്മൾ കുറെ കാലമായിട്ട് പറയുന്നുണ്ടെങ്കിലും ദിസ് ഈസ് എ ഫസ്റ്റ് ടൈം ബഡ്ജറ്റിൽ ഗവൺമെന്റ് കൃത്യമായിട്ട് ഒരു പ്രയോറിറ്റി ഏരിയ ആയിട്ട് ഗവൺമെന്റിന്റെ ഗോളായിട്ട് 100 ഇയറിലേക്ക് ഗവൺമെന്റിന്റെ ഗോളായിട്ട് ഗവൺമെന്റ് യൂസ് ദ ടേം വെർച്വസ് സൈക്കിൾ എന്ന് പറയുന്ന ടേം തന്നെ ഗവൺമെന്റ് ബഡ്ജറ്റിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഓഫ് ദാറ്റ് ടേം ബിക്കം മോർ ഇമ്പോർട്ടന്റ്. സോ വെർച്വസ് സൈക്കിൾ ആകുന്ന സമയത്തേക്ക് ഗവൺമെന്റ് എന്ത് ചെയ്യും, ഗവൺമെന്റ് ഓട്ടോമാറ്റിക് ആയിട്ട് സ്പെൻഡ് ചെയ്യും. സോ സ്പെൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ബെറ്റർ ഇൻകം കൂടും. ആൻഡ് ഇൻകം വിൽ ലീഡ് ടു മോർ ഡിമാൻഡ്. ആൻഡ് ഡിമാൻഡ് വിൽ ലീഡ് ടു മോർ പ്രൊഡക്ഷൻ. ആൻഡ് മോർ പ്രൊഡക്ഷൻ വിൽ ലീഡ് ടു economic growth, and economic growth will lead to more income. So this is a virtuous cycle policy. So what government is saying that മുന്നേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് കൂടുതലായിട്ടും ബോറോ ചെയ്യാതെ ഗവൺമെന്റ് കൂടുതൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിരുന്നു നമ്മൾ കൂടുതൽ. സോ ഗവൺമെന്റ് ട്രൈ ടു കൺട്രോൾ ദ ഫിസിക്കൽ ഡെഫിസിറ്റ്. ബട്ട് ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് വെൻ യു സീ ദ ഫിസിക്കൽ ഡെഫിസിറ്റ് ട്രെൻഡ്, ഇറ്റ്സ് ആക്ച്വലി ഇൻക്രീസിംഗ്. വെൻ യു സീ ദ ഗ്രാഫ്, ഫിസിക്കൽ ഡെഫിസിറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഗവൺമെന്റ് ഈസ് ബോറോയിങ് മോർ ടു ഇൻവെസ്റ്റ് ഇൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് നോക്കുന്നത്. സോ ഗവൺമെന്റിന്റെ പോളിസി തോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ദർ വിൽ ബി ഇൻവെസ്റ്റ്മെന്റ്. ആൻഡ് അവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ അവിടെ ദർ വിൽ ബി ക്രൗഡിങ് ഇൻ ഓഫ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്. ക്രൗഡിങ് ഇൻ ഓഫ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്. നോർമലി എന്ത് സിറ്റുവേഷനാണ് നടക്കേണ്ടത്, ഗവൺമെന്റ് ഒരുപാട് ബോറോ ചെയ്യുകയാണെങ്കിൽ ഇൻ ഐഡിയൽ കേസ് ക്രൗഡിങ് ഇൻ ആണോ നടക്കുക, ക്രൗഡ് ഔട്ട് ഓഫ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണോ നടക്കുക? Crowding out. Then why government is saying that if we spend more on capital expenditure, there will be crowding in of private investment? What will be the idea behind it? നോർമലി ഗവൺമെന്റ് കുറെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് സംഭവിക്കും, ഗവൺമെന്റ് കുറെ പൈസ ബോറോ ചെയ്യും. ആൻഡ് ഗവൺമെന്റ് ബോറോയിങ് ഈസ് മോർ സെക്യൂർ. സോ പ്രൈവറ്റ് സെക്ടർ വിൽ ഇൻവെസ്റ്റ് മോർ ഓൺ ഗവൺമെന്റ് സെക്ടർ. സോ പ്രൈവറ്റ് സെക്ടേഴ്സിന് എന്തുണ്ടാവില്ല, ഇൻട്രസ്റ്റ് റേറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് കൂടും. സോ പ്രൈവറ്റ് സെക്ടേഴ്സ് ആരും ഇൻവെസ്റ്റ് ചെയ്തില്ല. ദർ വിൽ ബി ക്രൗഡിങ് ഔട്ട് ഓഫ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ നോർമൽ സിനാരിയോ. ബട്ട് ദ ഗവൺമെന്റ് ഇൻ ദിസ് ബഡ്ജറ്റ് സേസ് ദാറ്റ് വി വിൽ സ്പെൻഡ് മോർ ഓൺ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. സോ ദാറ്റ് ഇവൻച്വലി ലീഡ് ടു virtuous cycle and that lead to crowding in of private investment. Because of this is because of government is spending on infrastructure. ഇൻഫ്രാസ്ട്രക്ചറിന് സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താ, ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ മൾട്ടിപ്ലയർ എഫക്ട്. ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ ₹1 സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി റിട്ടേൺ ഓഫ് അറ്റ്ലീസ്റ്റ് ₹3 GDP റിട്ടേൺ ഉണ്ടാവും. സോ ഇൻഫ്രാസ്ട്രക്ചറിന് മൾട്ടിപ്ലയർ എഫക്ട് ഉണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് സപ്പോസ് ഗവൺമെന്റ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാണ്, ഇപ്പൊ ഇവിടെ ഗവൺമെന്റ് ഒരു IT പാർക്ക് ഉണ്ടാക്കുന്നു, ഓട്ടോമാറ്റിക് ഒരുപാട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങോട്ട് വരുന്നു. സോ പുതിയ ഇൻകം ജനറേറ്റ് ചെയ്യുന്നു. ആ ഇൻകം കൊണ്ട് ക്രൗഡിങ് ഇൻ നടക്കും എന്നുള്ളതാണ്, ക്രൗഡിങ് ഇൻ ഓഫ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് നടക്കും എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ പുതിയ പോളിസി. സോ
ഇൻ കേസ് പ്രിലിംസിന് ചോദിക്കുകയാണ് പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോൾ ക്രൗഡിങ് ഇൻ ആണോ നടക്കുക ക്രൗഡിങ് ഔട്ട് ആണോ നടക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ ബിക്കോസ് ഓഫ് മൾട്ടിപ്ലയർ എഫക്ട് അത് ക്രൗഡിങ് ഇൻ ഓഫ് പ്രൈവറ്റ് സെക്ടർ ആയിരിക്കും നടക്കുക. രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ആയി പോകരുത്. നോർമലി ക്രൗഡിങ് ഔട്ട് ആയിരിക്കും നടക്കേണ്ടത് ഇഫ് ഗവൺമെന്റ് ഈസ് ബോറോയിങ് മോർ. But here the government is spending on infrastructure and infrastructure has a multiplier effect. Okay. So because of that, there will be crowding in of private sector. മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? ഇല്ലെങ്കിൽ we'll go to move to other area. Okay. So government is adopting a counter cyclical policy that we already discussed, and government is saying that by following the counter cyclical policy there will be crowding in of private investment because of the investment in the infrastructure. So നമ്മൾ ഇനി വേരിയസ് സെക്ടേഴ്സ് നോക്കുവാണെങ്കിൽ ഇത് ഡൗട്ട് ഇല്ലെങ്കിൽ വിൽ മൂവ് ടു ഡിഫറെന്റ് സെക്ടേഴ്സ് ഗ്രോത്ത് റേറ്റ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് അഗ്രികൾച്ചർ സെക്ടറിന്റെ ഗ്രോത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ agriculture sector is the only sector which witnessed positive growth rate even during the COVID period. So നമ്മൾ ആ ഗ്രോത്ത് റേറ്റ് നോക്കുകയാണെന്ന് അറിയാം കോവിഡിന്റെ പീരീഡിലും 3.6% ഗ്രോത്ത് റേറ്റ് വിറ്റ്നസ് ചെയ്ത സെക്ടറാണ് അഗ്രികൾച്ചർ സെക്ടർ. സോ ഇറ്റ്സ് നോട്ട് കൈൻഡ് ഓഫ് സ്റ്റഡി ഇൻക്രീസും അല്ല സ്റ്റഡി ഡിക്രീസും അല്ല, കൈൻഡ് ഓഫ് എ സിക്സാക് മോഡൽ. So if statement asks you like agriculture growth in the past 5 years there is a zigzag growth rate model ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ സിക്സാഗ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് റേറ്റ് ട്രെൻഡ് ആണ് അഗ്രികൾച്ചർ സെക്ടർ കാണിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദ ഓൺലി സെക്ടർ വിച്ച് ഷോസ് ദ പോസിറ്റീവ് ഗ്രോത്ത് റേറ്റ് ഡ്യൂറിംഗ് ദ കോവിഡ് പീരിയഡ്. എന്തായിരിക്കും അതിനുള്ള റീസൺസ്? മൺസൂൺ നല്ലതായിരുന്നു, പിന്നെ കൂടുതൽ പ്രൊക്യൂർ ചെയ്യുന്നുണ്ടായിരുന്നു. യെസ്, വെരി ഗുഡ്. സോ എല്ലാ ഉത്തരമാണ്. ഒന്ന് മൺസൂൺ നല്ല മൺസൂൺ ആയിരുന്നു. ലാസ്റ്റ് 3-4 years ആയിട്ട് വി ഹാവ് എ ഗുഡ് മൺസൂൺ. ആൻഡ് അതർ തിങ് ഈസ് ഗവൺമെന്റ് ഹാസ് ടേക്കൺ ലോട്ട് ഓഫ് ഇനിഷ്യേറ്റീവ് ടു ബെറ്റർ സോയിൽ പോളിസീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു, സീഡ് പോളിസീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ ഉപരി നമ്മൾ നോക്കുകയാണെങ്കിൽ agriculture is the sector which impacted least supply chain destruction. ഏറ്റവും കുറഞ്ഞ സപ്ലൈ സൈഡ് ഡിസ്ട്രക്ഷൻ അനുഭവപ്പെട്ടുള്ള സെക്ടറാണ് അഗ്രികൾച്ചർ സെക്ടർ. സോ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ അഗ്രികൾച്ചർ സെക്ടർ മാത്രമാണ് ഒരു പോസിറ്റീവ് ഗ്രോത്ത് റേറ്റ് വിറ്റ്നസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. സോ ബട്ട് വെൻ വി കം ടു മാനുഫാക്ചറിംഗ് സെക്ടർ നമ്മൾ നോക്കുവാണെങ്കിൽ കോവിഡിന്റെ സമയത്ത് വി ഹാവ് വിറ്റ്നസ്ഡ് എ നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ്. ബാക്കി എല്ലാ സെക്ടറും പക്ഷേ ലാസ്റ്റ് ഇയറിൽ ദർ ഈസ് എ കംബാക്ക് ലൈക്ക് 11.8% ഒരു തിരിച്ചറിവാണ് കാണുന്നത്. സോ പക്ഷെ കോവിഡിന്റെ പീരീഡിൽ മാനുഫാക്ചറിംഗ് സെക്ടറും നെഗറ്റീവ് ഗ്രോത്ത് ആയിരുന്നു എന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഈ ടേംസ് ഈ നമ്പർ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യമില്ല, ബിക്കോസ് നമ്പർ പൊതുവെ ചോദിക്കാറില്ല, ട്രെൻഡ് ആയിരിക്കും ചോദിക്കുക. ഓക്കെ. സോ നെഗറ്റീവ് മാനുഫാക്ചറിംഗ് സെക്ടറും കോവിഡിന്റെ പീരീഡിൽ നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് ആയിരുന്നു. ഈ പിന്നീട് അത് തിരിച്ച് 11.8% തിരിച്ചു വന്നു. സർവീസ് സെക്ടർ നമ്മൾ നോക്കുകയാണെങ്കിലും സർവീസ് സെക്ടർ ഈസ് ദ മോസ്റ്റ് ഇമ്പാക്റ്റഡ് സെക്ടർ ഡ്യൂറിംഗ് ദി കോവിഡ് പീരീഡ്. ഓക്കെ. സർവീസ് സെക്ടർ നോക്കുകയാണെങ്കിൽ 8.4% ആണ്. ആൻഡ് കോവിഡിന് ശേഷം എക്കണോമിക് സർവേ നമ്മൾ നോക്കിയപ്പോൾ കണ്ടു 2019 പീരീഡ് വെച്ചിട്ട് 2021 പീരീഡ് കമ്പയർ ചെയ്യുമ്പോൾ ബാക്കി രണ്ട് സെക്ടേഴ്സും തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലും സർവീസ് സെക്ടർ എന്ത് ചെയ്തിട്ടില്ല, പഴയതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഒരു റിവൈവൽ സർവീസ് സെക്ടറിന് ഇപ്പോഴും ഉണ്ടായിട്ടില്ല. സോ ഗവൺമെന്റ് ഈസ് ഇൻവെസ്റ്റിംഗ് മോർ മണി ഓൺ ടൂറിസം പ്രൊമോഷൻ ഒക്കെ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരുപാട് മണി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ സർവീസ് സെക്ടറും ദർ ഈസ് എ നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് ഓഫ് 8.4%. ഓക്കെ. ഇത് രണ്ടും മനസ്സിലായല്ലോ? സ്ലൈഡ് മൂവ് ചെയ്തോട്ടെ. ഓക്കെ. സോ അടുത്തതായിട്ട് നമ്മൾ ഫിസിക്കൽ ഡെഫിസിറ്റ്, റവന്യൂ ഡെഫിസിറ്റ്സ് നോക്കുകയാണെങ്കിൽ എന്താ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോറോയിങ് നീഡ് ഓഫ് ബോറോയിങ് റിക്വയർമെന്റ് ഓഫ് ദി ഗവൺമെന്റ് ആണ് ഫിസിക്കൽ ഡെഫിസിറ്റ്. റവന്യൂ ഡെഫിസിറ്റ് മീൻസ് റവന്യൂ എക്സ്പെൻഡിച്ചർ റവന്യൂ ഇൻകം തമ്മിലുള്ള ഡിഫറൻസ്, റവന്യൂ റെസീപ്റ്റ്സ് ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ തമ്മിൽ ഇത് നോക്കി നമ്മൾ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 3-4 years the trend is kind of upward, like government is moving away from physical consolidation. NK Singh committee പ്രകാരം നമുക്ക് എന്ത് ചെയ്യണമായിരുന്നു? We have to reduce our physical deficit under the 2.5% of the GDP ആയിട്ട് നമുക്ക് കുറയ്ക്കണമായിരുന്നു. ബട്ട് സിൻസ് കോവിഡ് പീരീഡ് government wanted to spend more on capital expenditure. Government is going out for the more borrowing. So physical deficit നമ്മൾ നോക്കുകയാണെങ്കിൽ there is a upward trend.
like last 3 years നോക്കുവാണെങ്കിൽ ഒരു upward trend ആണ് കാണുന്നത്, and it's even reached 9.2%. I mean government ഇപ്പൊ physical consolidation വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്നില്ല. Government is targeting to bring down the physical deficit only to 4.5% in 2026 only. So government is taken a stand that government in the future is going to focus more on capital investment. കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ഗവൺമെന്റ്. സോ ദാറ്റ് ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യും. ദർ വിൽ ബി ഗ്രോത്ത് റേറ്റ് റിട്ടേൺ വരും. ആൻഡ് റവന്യൂ ഡെഫിസിറ്റും സെയിം ട്രെൻഡ് തന്നെ ആയിരിക്കും. എങ്ങനെ പോയാലും അത് ഓർത്ത് വെച്ചാൽ മതി. ലൈക്ക് രണ്ടും അപ്വേർഡ് ട്രെൻഡ് ആണ്. റവന്യൂ ഡെഫിസിറ്റ് ആണെങ്കിലും ഫിസിക്കൽ ഡെഫിസിറ്റ് ആണെങ്കിലും ദർ ഈസ് എ upward like steady increase in the last 3 years. So that is also important. Okay. So debt to GDP ratio നമ്മൾ നോക്കുവാണെങ്കിലും as per NK Singh committee recommendation debt recommendation പ്രകാരം maximum debt allow ചെയ്തിരുന്നത് 60% അല്ലേ. സെൻട്രൽ ഗവൺമെന്റിന് അത് 40%, സ്റ്റേറ്റ് ഗവൺമെന്റിന് 20%, ടോട്ടൽ 60%. പക്ഷെ ഇവിടെ സെൻട്രൽ ഗവൺമെന്റിന് മാത്രം അറൌണ്ട് 60% ഡെപ്റ്റിൽ ഇന്ത്യ റീച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇൻക്ലൂഡിംഗ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആവുമ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് റീച്ചിങ് 90%. ബട്ട് അവരുടെ ഡെപ്റ്റ് ടു GDP റേഷ്യോ കമ്പയർഡ് ടു ലൈക്ക് വേൾഡ് നാഷണൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴും നമ്മൾ സേഫ് സോണിലാണ്. എക്കണോമിക് സർവേയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സിമം ലൈക്ക് 20% ഓഫ് നമ്മുടെ ഡെപ്റ്റ് എന്ന് പറയുന്നത് ലോങ് ടേം ഡെപ്റ്റ് ആണ്, മോർ ദാൻ 20 years ഡെപ്റ്റ് ആണ്. ആൻഡ് 90% ഓഫ് ഇന്ത്യ ഡെപ്റ്റ് ആർ ഡൊമസ്റ്റിക് ഓർ ഇന്റർനാഷണൽ? ഡൊമസ്റ്റിക് ഡെപ്റ്റ് ആണ്. സോ India is in a safer position, though debt to GDP ratio is bit higher, like NKC committee in the recommendation കാട്ടും മോളിലാണെങ്കിലും it's kind of a safer side because കൂടുതലും ലോങ് പീരീഡ് ആണ്. അപ്പൊ ഇപ്പൊ തന്നെ തിരിച്ചടക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് 90% ഡെപ്റ്റ് ആർ ഡൊമസ്റ്റിക് ആണ്. സോ വി ആർ നോട്ട് ലയബിൾ ടു എനിവൺ. സോ ഔട്ട്സൈഡ് ആയിട്ട് സോവറിൻ ഡെപ്റ്റ് ആയിട്ട് നമുക്ക് അത്ര ലയബിൾ ആയിട്ടൊന്നും വരുന്നില്ല. സോ നമ്മൾ കമ്പയർ ടു ബെറ്റർ പൊസിഷൻ തന്നെയാണ് debt to GDP. ബട്ട് ഇമ്പോർട്ടന്റ് തിങ് ഈസ് ദാറ്റ് ഇറ്റ്സ് ഇൻ എ like upward position. It's kind of steadily increasing because last year there was a debt related question, and last year also a question from the same area has been asked. So there's a chance that government like UPSC can ask again like this year also one question from the debt to GDP ratio. So 2 year continuously there was a question. Okay. And ബഡ്ജറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റുപ്പി ഏൺ ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ സ്ലൈഡ് മാറിയോ? Okay. So റുപ്പി ഏണിംഗ് നോക്കുകയാണെങ്കിൽ ബഡ്ജറ്റിന്റെ ഇൻകം നോക്കുകയാണെങ്കിൽ എവരി റുപ്പി 1 rupee ഏൺഡ് ബഡ്ജറ്റിൽ നമ്മൾ ഇന്ത്യ ഗവൺമെന്റ് ഓരോ രൂപ ഏൺ ചെയ്യുന്നതിലും 35 പൈസ വരുന്നത്, അതിലേക്ക് 35% ഓഫ് ദി ഗവൺമെന്റ് ഇൻകം എന്ന് പറയുന്നത് ബോറോയിങ്സ് ആൻഡ് അതർ ലൈബിലിറ്റി എന്നാണ്. അതായത് നമ്മുടെ ബോറോയിങ് മണി എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അതിനുശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻകം വരുന്നത് GSTയിൽ നിന്നാണ്. 16 പൈസ, ഒരു രൂപയിൽ നിന്ന് 16 പൈസ നമുക്ക്, അല്ലെങ്കിൽ 16% ഓഫ് ദ ഗവൺമെന്റ് ഇൻകം ഈസ് കംസ് ഫ്രം ദി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. പക്ഷേ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത് 15% ആണ്. ഇൻകം ടാക്സ് എന്ന് പറയുന്നതും 15 പൈസയാണ്. സോ ഐഡിയൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും കോർപ്പറേറ്റ് ടാക്സും ഇൻകം ടാക്സും ഇവിടെ ഇപ്പം രണ്ടും സെയിം ആണ് അല്ലെ, രണ്ടും 15 ആണ് ഇരിക്കുന്നത്. ഐഡിയൽ സിനാരിയോ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും കൂടുതൽ വരേണ്ടത്? കോർപ്പറേറ്റ്. ഐഡിയൽ സിനാരിയോ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ടാക്സ് ആണ്. കോർപ്പറേറ്റ് ടാക്സ് ആയിരിക്കണം എപ്പോഴും കൂടുതൽ വരേണ്ടത്. പക്ഷേ ഗവൺമെന്റ് ഹാസ് ടേക്കൻ ലോട്ട് ഓഫ് ടാക്സേഷൻ റിഫോംസ്, ടാക്സ് റിഡക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഓഫ് ദാറ്റ് നൗ ഇൻ കോർപ്പറേറ്റ് ടാക്സും ഇൻകം ടാക്സും ഈക്വൽ ആണ്. 15 പൈസയാണ് വന്നിട്ടുള്ളത്. സോ ഐഡിയൽ സിനാരിയോ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ടാക്സ് ഇൻക്രീസ് ചെയ്യാനായിരുന്നു. ആൻഡ് നമ്മൾ ടോട്ടൽ ഡയറക്ട് ടാക്സ് എടുക്കുകയാണെങ്കിൽ 15, 30, ആൻഡ് ടോട്ടൽ ഇൻഡയറക്ട് ടാക്സ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് 28. സോ ലാസ്റ്റ് 3 years ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഡയറക്ട് ടാക്സ് ഇപ്പം 30 പൈസ വന്നിട്ടുണ്ട്, ഇൻഡയറക്ട് ടാക്സ് വരുന്നത് 28 പൈസ ആയിട്ടുണ്ട്. സോ ഡയറക്ട് ടാക്സ് ഈസ് മോർ ദാൻ ഇൻഡയറക്ട് ടാക്സ്. ഓക്കെ, ബട്ട് ലാസ്റ്റ് 3 years വാട്ട് വാസ് ദ ട്രെൻഡ്? ഇൻഡയറക്ട് ടാക്സ് ആയിരുന്നു ഡയറക്ട് ടാക്സിനെക്കാട്ടും കൂടുതൽ. കാരണം ഇൻക്രീസിംഗ് ദി ടാക്സ് ഓഫ് പെട്രോളിയം ആൻഡ് ഓൾ. ഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത് ഇൻഡയറക്ട് ടാക്സിന്റെ താഴെയായിരുന്നു. ഇൻഡയറക്ട് ടാക്സ് ആയിരുന്നു കൂടുതൽ. പക്ഷെ ദിസ് ഇയർ ഡയറക്ട് ടാക്സ് കുറച്ചുകൂടി മുകളിലോട്ട് വന്നിട്ടുണ്ട്. ദോ ദ ഗ്യാപ്പ് ഈസ് വെരി ലെസ്, ലൈക്ക് 22% ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ എങ്കിലും ഡയറക്ട് ടാക്സ് കമ്പയർ ടു ലാസ്റ്റ് 3 years വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡയറക്ട് ടാക്സ് കൂടിയിട്ടുണ്ട്. ഇൻഡയറക്ട് ടാക്സ് ആണ് 28% വരുന്നുള്ളൂ. ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്. ടാക്സ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടാക്സ് വരുന്നത് GST, ദെൻ ഇൻകം ടാക്സ് ആൻഡ് ഓർ കോർപ്പറേറ്റ് ടാക്സ്. ഓക്കെ, ഫസ്റ്റ് വരുന്നത് GST ആണെന്ന് ഓർത്ത് വെക്കുക. GST, ദെൻ ഇൻകം ടാക്സ്, ദെൻ കോർപ്പറേറ്റ് ടാക്സ്.
So that order also you should remember. GST collection നമ്മൾ കണ്ടു കഴിഞ്ഞ എക്കണോമിക് സർവേയിൽ ഇറ്റ്സ് ഓൾവേസ് on the upward mobility, like per എല്ലാ മന്തിലും ആവറേജ് 1.3 lakh crore GST collection നമുക്ക് വരുന്നുണ്ട്. So it's increasing, steadily increasing. GST collection also, if the question is asking if the GST collection is steadily increasing, that statement again correct. സോ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ഓർത്തിരിക്കുക. ഒന്ന്, ഏറ്റവും കൂടുതൽ വരുന്നത് 35 rupees ബോറോയിങ്സ് ആൻഡ് ലയബിലിറ്റീസ് ആണ്. സെക്കൻഡ് ഇൻകം, ഹയസ്റ്റ് ഇൻകം വരുന്ന GST എന്നാണ്. കോർപ്പറേറ്റ് ടാക്സും ആൻഡ് ഇൻകം ടാക്സ് ആർ ദ സെയിം. ആൻഡ് ഡയറക്ട് ടാക്സ് ആണ് ഈ വർഷം കൂടുതൽ വന്നിട്ടുള്ളത്, ഇൻഡയറക്ട് ടാക്സ് അല്ല. ഡയറക്ട് ടാക്സ് ഈസ് 30% ആൻഡ് ഇൻഡയറക്ട് ടാക്സ് ഈസ് 28% ഓഫ് ദ ടോട്ടൽ ഇൻകം. സോ ലാസ്റ്റ് 3 year നോക്കുവാണെങ്കിൽ ഇൻഡയറക്ട് ടാക്സ് ആയിരുന്നു കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നത്. സോ ദാറ്റ് ട്രെൻഡ് ഹാസ് ബീൻ റിവേഴ്സ്ഡ് ആൻഡ് ദിസ് ഈസ് ദ റൈറ്റ് ട്രെൻഡ്. ലൈക്ക് ഡയറക്ട് ടാക്സ് ആണ് നമുക്ക് എപ്പോഴും കൂടുതൽ വേണ്ടത് ഇൻഡയറക്ട് ടാക്സിനെക്കാട്ടും, ബിക്കോസ് ഡയറക്ട് ടാക്സ് ഈസ് പ്രോഗ്രസീവ് ആൻഡ് ഇൻഡയറക്ട് ടാക്സ് ഈസ് റിഗ്രസീവ് ടാക്സ്. ആൻഡ് GST കളക്ഷന്റെ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് GST, then ഇൻകം ടാക്സ്, then കോർപ്പറേറ്റ് ടാക്സ്. ഓക്കെ, മാറ്റിക്കോട്ടെ. ഡൗട്ട് ഉണ്ട് ഇതിനകത്ത്? സ്ലൈഡ് തരാം. ഇത് എഴുതണമെന്നില്ല, വേണമെങ്കിൽ സ്ലൈഡ് തരാം ഇതിന്റെ ലാസ്റ്റ്. മനസ്സിലായില്ല വിഷ്ണു? പെർസെന്റേജ് ഈ പെർസെന്റേജ് ഇമ്പോർട്ടന്റ് അല്ല. ലൈക്ക് ടോട്ടൽ ഡയറക്ട് ടാക്സ് ഇപ്പൊ കൂടുതലായി എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇൻഡയറക്ട് ടാക്സ് താഴെയാണെന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ വരുന്നത് GST നിന്നാണ്, ടാക്സിൽ നിന്ന് ഓർത്ത് വെക്കുക. രണ്ടാമതാണ് ഇൻകം ടാക്സ്, പിന്നെ കോർപ്പറേറ്റ് ടാക്സ് എന്നുള്ള ഓർത്ത് വെക്കുക. രണ്ടും തമ്മിൽ ഈക്വൽ ആണ്. ലാസ്റ്റ് 3 yearലെ ട്രെൻഡ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡയറക്ട് ടാക്സ് ആയിരുന്നു കൂടുതൽ, ഡയറക്ട് ടാക്സ് കുറവായിരുന്നു. ദാറ്റ് സിറ്റുവേഷൻ സ്ലോലി ലൈക്ക് റിവേഴ്സിങ്. ആൻഡ് GST കളക്ഷന്റെ ട്രെൻഡ് ഓർത്ത് വെക്കുക, സ്റ്റെഡിലി ഇൻക്രീസിങ്. GST കളക്ഷന്റെ ട്രെൻഡ് സ്റ്റെഡിലി ഇൻക്രീസിങ് ആണ്. 1.3 lakh crore on an average every month GST collection ഗവൺമെന്റിന് വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ യു ഷുഡ് റിമെമ്പർ. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഓർത്ത് വെക്കാനുള്ളത്. ഓക്കെ, നമ്പർ വലിയ ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, ഇനി എവരി റുപ്പി ഗവൺമെന്റ് സ്പെൻഡ്, എങ്ങനെയാണ് ഗവൺമെന്റിന്റെ റുപ്പി, ഓരോ രൂപയും ഗവൺമെന്റ് എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഗവൺമെന്റിന്റെ സ്പെൻഡിങ് നോക്കുവാണെങ്കിൽ എവരി റുപ്പീസ് ഗോസ് ടു. സോ എങ്ങനെയാണ് ഗവൺമെന്റിന്റെ സ്പെൻഡിങ് നമ്മൾ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് സ്പെൻഡിങ് വരുന്നത്, ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ആൻഡ് പേയ്മെന്റ് ആണ്. ബിക്കോസ് വി ഹാവ് 35 പൈസ നമുക്ക് എവിടെ നിന്ന് വരുന്ന ബോറോയിങ്സ് എന്നാണ് വരുന്നത്, അല്ലെ? 35% ഓഫ് ദ ഗവൺമെന്റിന്റെ ഇൻകം വരുന്ന ബോറോയിങ്സ് ആണ്. സോ അതിന്റെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് തന്നെയാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ അത് ഓർത്ത് വെക്കാൻ വേണ്ടി ആലോചിച്ചിരിക്കാം. ഓരോ രൂപ വെക്കും ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുമ്പോഴും അതിൽ 20 പൈസ പോകുന്നത് ഇൻട്രസ്റ്റ് പേയ്മെന്റിനാണ്. രണ്ടാമത് പോകുന്നത് സ്റ്റേറ്റിന്റെ ഷെയറിനാണ്, ടാക്സ് ഷെയറിന് പോകുന്നു. ദെൻ ഇറ്റ്സ് ഗോസ് ടു 17. ദെൻ സെൻട്രൽ സെക്ടർ സ്കീമിനാണ് മൂന്നാമത് പോകുന്നത്. ദെൻ ഗവൺമെന്റ് ഈ സ്പെൻഡിങ് ഫിനാൻസ് കമ്മീഷന്റെ ട്രാൻസ്ഫറിന് വേണ്ടി പോകുന്നുണ്ട്. ദെൻ സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ്, ദെൻ സബ്സിഡീസ് ആൻഡ് ഡിഫൻസ്. ഇതാണ് ഗവൺമെന്റിന്റെ സ്പെൻഡിങ് ട്രെൻഡ്. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഏറ്റവും കൂടുതൽ പോകുന്നത് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ്. ദെൻ ഗവൺമെന്റ് സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സ്. മൈക്ക് മ്യൂട്ട് ചെയ്യാവോ ആരാണെങ്കിലും? ഓക്കെ, ഗവൺമെന്റ് സ്റ്റേറ്റ് ഷെയറിനാണ്. പിന്നീട് പോകുന്നത് സെൻട്രൽ സെക്ടർ സ്കീം. പിന്നീട് പോകുന്നത് സെൻട്രൽ സെക്ടർ സ്കീമിനാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ഗവൺമെന്റ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് പിന്നെ സെൻട്രലി സ്പോൺസേർഡ് സ്കീമിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് സബ്സിഡിയിൽ ഏറ്റവും കൂടുതൽ സബ്സിഡി ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നത് ഇതിനകത്താണ്. ഹയസ്റ്റ് സബ്സിഡി അതെടുക്കാം, ഫുഡ് സബ്സിഡി ആണ്. ഫുഡ് സബ്സിഡിക്കാണ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. ദെൻ കംസ് ഫെർട്ടിലൈസർ സബ്സിഡി ആൻഡ് ഓൺലി ലാസ്റ്റ് ഫ്യൂവൽ സബ്സിഡി. ലൈക്ക് 5 years ബാക്ക് ഇറ്റ് വാസ് റിവേഴ്സ്. ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഫ്യൂവൽ സബ്സിഡിക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇപ്പം ഫസ്റ്റ് ഏറ്റവും കൂടുതൽ സബ്സിഡി സ്പെൻഡ് ചെയ്യുന്ന ഫുഡ്, ദെൻ ഫെർട്ടിലൈസർ, ദെൻ കംസ് ഫ്യൂവൽ. ഫ്യൂവലിന് ഇപ്പൊ സബ്സിഡി അധികം കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാലോ. സോ ഫ്യൂവൽ സബ്സിഡി ആണ് ഏറ്റവും ലീസ്റ്റ് വരുന്നത്. അതും ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ചേഞ്ച് ചെയ്യാണ്. സോ ടോട്ടൽ ബഡ്ജറ്റിന്റെ ഫുഡ്, ഫെർട്ടിലൈസർ ആൻഡ് ഫ്യൂവൽ. ഫുഡ്, ഫെർട്ടിലൈസർ, ഫ്യൂവൽ. ഓക്കെ, ഫുഡ്, ഫെർട്ടിലൈസർ, ഫ്യൂവൽ. ഓക്കെ, ദെൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ. ബഡ്ജറ്റിന്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ വർഷത്തെ ടോട്ടൽ ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 39
30.5 lakh ആണ്. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഇത് എന്തിനാണ് ഈ 30.9 lakh എന്ന് പറയുന്നത്? ഇപ്പം 2016 ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, 2017 ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. ലൈക്ക് പർട്ടിക്കുലർ നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ട്രസ്റ്റിന് ഗവൺമെന്റ് ഹാസ് സ്പെൻഡ് അലോക്കേറ്റഡ് 4 lakh crore എന്ന് പറഞ്ഞിട്ട്. സോ ടോട്ടൽ ബഡ്ജറ്റ് 39 lakh വരുമ്പം ഒരു സ്കീമിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് കനോട്ട് സ്പെൻഡ് ഒരു സ്കീമിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് കനോട്ട് സ്പെൻഡ് 4 lakh അല്ലേ? ഓക്കെ, സോറി. സോ ഗവൺമെന്റ് ടോട്ടൽ എമൗണ്ട് ടോട്ടൽ ബഡ്ജറ്റിന് 40 lakh ആണ് ടോട്ടൽ ബഡ്ജറ്റ് വരുന്നതെങ്കിൽ ഗവൺമെന്റ് കനോട്ട് സ്പെൻഡ് 4 lakh ഓൺ വൺ പർട്ടിക്കുലർ ഒരു സിംഗിൾ സ്കീമിന് വേണ്ടിയിട്ട് അത്രയും ചെയ്യില്ല എന്നുള്ള ഒരു ലോജിക് ഉണ്ടെങ്കിൽ നമുക്ക് ആ ആൻസർ ശരിയാക്കാം. സോ ഒരു ടോട്ടൽ നമ്മുടെ ബഡ്ജറ്റ് ആകെ വരുന്നത് 40 ലക്ഷത്തിന്റെ അടുത്ത് മാത്രമേ വരുന്നുള്ളൂ, 30.49 lakh. അതിൽ 32 lakh വരുന്നതും റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. 7.5 lakh മാത്രമേ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുന്നു. പക്ഷേ ഈ 7.5 lakh എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ കഴിഞ്ഞ ബഡ്ജറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ there is a 35% of increase. Last year the total capital expenditure was 5.5 lakh crore. So this year it's increased to 7.5 lakh crore ആയിട്ട് കൂടിയിട്ടുണ്ട്. So there is a 35% increase compared to ലാസ്റ്റ് ഇയർ ബഡ്ജറ്റ്. പക്ഷെ എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് നോക്കുവാണെങ്കിൽ എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടോട്ടൽ ഗവൺമെന്റ് ക്യാപിറ്റലിനായിട്ട് കൊടുക്കുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന മണി. ഇതല്ലാതെ ഗവൺമെന്റ് കുറെ നമ്മൾ കണ്ടു, കുറെ സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എന്ത് ചെയ്യും, എയ്ഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലെ, ഗ്രാന്റ്സ് കൊടുക്കുന്നുണ്ട്. സോ സ്റ്റേറ്റിന് ഒരുപാട് ഗ്രാന്റ്സ് കൊടുക്കുന്നതിൽ നിന്നും അല്ലെങ്കിൽ MG നരേക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഗ്രാന്റ്സ് കൊടുക്കുന്നുണ്ട്. ഈ ഗ്രാന്റ്സിൽ ഒരുപാട് മണി ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ദേ ആർ സ്പെൻഡിങ് ഓൺ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. സോ എഫക്റ്റീവ്ലി അതുകൂടി കൂട്ടുമ്പം ഗവൺമെന്റ് ഈസ് സെയിങ് ദാറ്റ് ദർ വിൽ ബി 10.6 lakh ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാവും എന്നാണ് പറയുന്നത്. സോ എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലസ് സ്റ്റേറ്റിന് കൊടുത്തിരിക്കുന്ന ഗ്രാന്റ്സ് വിച്ച് ആർ ഇൻവെസ്റ്റഡ് ഓൺ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ആ സ്റ്റേറ്റിന് കൊടുത്തിട്ടുള്ള ഗ്രാന്റ്സിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് സ്പെൻഡ് ചെയ്യുന്ന മണിയോടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10.6 lakh ദാറ്റ് ഈസ് കോൾഡ് ആസ് എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ചോദ്യം ഈ എമൗണ്ട് ആയിരിക്കില്ല, വാട്ട് ഈസ് നോൺ ആസ് എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നുള്ളതായിരിക്കും ചോദിക്കുള്ളൂ. സോ ടോട്ടൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ ട്രെൻഡ് നോക്കുമ്പോൾ ഇറ്റ്സ് ആൻ അപ്വേർഡ് ട്രെൻഡ്. ലൈക്ക് ലാസ്റ്റ് ഇയർ 5.5 ആയിരുന്നു, ലാസ്റ്റ് ഇയർ ഇറ്റ്സ് അറൌണ്ട് 4.5 ആൻഡ് ദിസ് ഇയർ ഇസ് 7.5 lakh. സോ there is a 35% increase on capital expenditure. ടോട്ടൽ ബഡ്ജറ്റിന്റെ എടുക്കുവാണെങ്കിൽ 39 lakh ആണ് ടോട്ടൽ ബഡ്ജറ്റ് എങ്കിൽ അതിന്റെ 19% ഈ വർഷത്തെ ബഡ്ജറ്റിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, സോ in the last 2 decades, this is the highest percentage of capital expenditure. Last 2 decades എടുക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഇയർ ആണ് ഈ വർഷം. ലാസ്റ്റ് ഇയർ ഇറ്റ് വാസ് ലൈക്ക് ലാസ്റ്റ് ടൈം 19%-നെക്കാട്ടും കൂടുതൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ചെയ്ത് അറൌണ്ട് 2004 സംതിങ് ആയിരുന്നു. സോ അതിനുശേഷം 19% ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ഗവൺമെന്റ് ആദ്യമായിട്ട് സ്പെൻഡ് ചെയ്യുന്നതാണ്. സോ ഇഫ് ദ സ്റ്റേറ്റ്മെന്റ് കംസ് capital expenditure was the highest in the last 2 decades എന്ന് ചോദിക്കുകയാണെങ്കിൽ that statement is true. Okay, so കഴിഞ്ഞ 2 decades ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വന്നാണ്. 19% ടോട്ടൽ ബഡ്ജറ്റിന്റെ എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. യു നോ ദാറ്റ് വാട്ട് ഇസ് ദ ഗവൺമെന്റ് സ്റ്റാൻഡ്. ഗവൺമെന്റ് കൂടുതലായിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് സ്പെൻഡ് ചെയ്തിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റിന്റെ ഉദ്ദേശം. ഓക്കെ, 2004 അത് ഇയർ ആവശ്യമില്ല. 2004-5 പീരീഡിലാണ് പിന്നീട് 19.3 സംതിങ് വന്നത്. പക്ഷെ അതിന്റെ ഇയർ വലിയ ആവശ്യമില്ല. ലാസ്റ്റ് 2 ഡെക്കേഡിലെ ഏറ്റവും ഹയസ്റ്റ് എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇതാണെന്ന് ഓർത്തു വെച്ചിരിക്കുക, 19%. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ അതിന്റെ ട്രെൻഡ് സ്റ്റഡിലി ഇൻക്രീസിംഗ് ആണ്. ലാസ്റ്റ് 3-4 ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ സ്റ്റഡിലി ഇൻക്രീസിംഗ് ആണ്. സോ ലാസ്റ്റ് ഇയർ നോക്കുകയാണെങ്കിൽ 4.5%, 5.5%, 7.5% ആണ് ഇതിന് വന്നത്. ലാസ്റ്റ് 2022, 23 and 2022 and this will be 2021. So steadily increasing on capital expenditure, and this itself is a kind of a 35% increase on compared to last budget. Total budget in the 19% capital expenditure nu kodutittulla budget aanu ee varshate budget. So that is in 2 decades this is the highest spending on capital expenditure. Okay, clear alle? 2004 കാട്ടി കൂടുതൽ എന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ.
അല്ല 2004 ഇതുപോലെ ഹയസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. 2004 ശേഷം ഇത്ര ഹയസ്റ്റ് പിന്നെ വന്നിട്ടില്ല. ലാസ്റ്റ് 2 ഡിക്കേഡിൽ ഇതിന് ശേഷം ഇങ്ങനെ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. സർവേ ബഡ്ജറ്റ് തന്നെ പറയുന്നത്. സോ ഓൾമോസ്റ്റ് എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ സ്റ്റേറ്റ്സിന് കൊടുക്കുന്ന ഗ്രാന്റും കൂടെ ഉണ്ടല്ലേ? സ്റ്റേറ്റിന് കൊടുക്കുന്ന ഗ്രാന്റ്സ് വിച്ച് ആർ ഗോയിങ് ടു ഇൻവെസ്റ്റ് ഇൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. സ്റ്റേറ്റിന് ഒരുപാട് ഗ്രാന്റ്സ് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് റവന്യൂ ഡെഫിസിറ്റ് ക്ലിയർ ചെയ്യാനുള്ള ഗ്രാന്റ്സ് ഉണ്ടാവും, അതുപോലെ ഹെൽത്ത് സെക്ടറിന് വെറുതെ കൊടുക്കുന്ന ഗ്രാന്റ്സ് ഉണ്ടാവും. പക്ഷെ ഇതിനകത്ത് സം ഗ്രാന്റ്സ് ആർ ഇൻവെസ്റ്റിംഗ് ഓൺ, ഫോർ എക്സാമ്പിൾ ഗവൺമെന്റിന് എഡ്യൂക്കേഷൻ ഗ്രാന്റ്സ് കിട്ടി, ഗവൺമെന്റ് ഈസ് സ്പെൻഡിങ് ദാറ്റ് ഓൺ ഒരു സ്കൂൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് സ്പെൻഡ് ചെയ്തെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതൊരു ക്യാപിറ്റൽ ജനറേറ്റ് ചെയ്തു. സോ ദിസ് ഈസ് കോൾഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. സോ അതുകൂടി ഇൻക്രീസ് കൂട്ടുന്നതാണ് ക്യാപിറ്റൽ എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ദാറ്റ് മീൻസ് സ്റ്റേറ്റിന് കൊടുക്കുന്ന ഗ്രാന്റ്സിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് സ്പെൻഡ് ചെയ്ത മണി കൂടി കൂട്ടിയാൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്ലിയർ അല്ലേ? അതൊക്കെ ക്ലിയർ ആണ്. ഓക്കെ. സോ ഇതാണ് ഗവൺമെന്റിന്റെ ടോട്ടൽ ട്രെൻഡ്സ് ആണ് നമ്മൾ ഇതുവരെ നോക്കിയിട്ടുള്ളത്. ലൈക്ക് ബഡ്ജറ്റിൽ പറഞ്ഞുള്ള സ്കീംസും ബഡ്ജറ്റിലെ ഇമ്പോർട്ടന്റ് പ്രയോറിറ്റി ഏരിയാസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ ടോട്ടൽ ഗവൺമെന്റിന്റെ സ്കീംസ് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ദിസ് ഇയർ 2022 ആൻഡ് 2023 ഇയറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇറ്റ് വാസ് എ 75 years ഓഫ് ഇൻഡിപെൻഡൻസ്. ഗവൺമെന്റ് 2014 വന്നപ്പോൾ തന്നെ ലൈക്ക് ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിൽ തന്നെ പ്രൈം മിനിസ്റ്റർ ഹാസ് പ്രോമിസ്ഡ് സെവറൽ ടാർഗറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. 2022 വാസ് ദ ഫേമസ് ടാർഗറ്റ് അല്ലെ? നമ്മൾ എന്തെടുക്കുവാണെങ്കിലും ഒരുപാട് ടാർഗറ്റ്സ് ഉണ്ടായിരുന്നു. ഡബിളിംഗ് ഫാർമേഴ്സ് ഇൻകത്തിന്റെ ടാർഗറ്റ് ഉണ്ടായിരുന്നു, കംപ്ലീറ്റ് LPG, അങ്ങനെ ഒരുപാട് ടാർഗറ്റ്സ് ഉണ്ടായിരുന്നു. ഡബിളിംഗ് ദി പെർ ക്യാപിറ്റൽ ഇൻകം ടാർഗറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ബിക്കോസ് ഓഫ് ദ കോവിഡ് ആൻഡ് ദർ ആർ സെവറൽ റീസൺ ഗവൺമെന്റ് ഈസ് ലൈക്ക് നോട്ട് ഏബിൾ ടു അച്ചീവ് മോസ്റ്റ് ഓഫ് ദ ടാർഗറ്റ് ഇൻ 2022. സോ ഗവൺമെന്റ് ഒരുപാട് ടാർഗറ്റുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഇയർ വി ആർ സെലിബ്രേറ്റിംഗ് 75 years ഓഫ് ഇൻഡിപെൻഡൻസ്. ഈ ബഡ്ജറ്റിൽ ഗവൺമെന്റ് കൊണ്ടുവരുന്ന വേറൊരു പോളിസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ we are like moving towards the 100th year of independence. So by the time you will retire from the service, there are certain things government want to achieve. Okay, so ആ ഒരു പീരീഡിനെ, ഈ ഒരു 25 പീരീഡിനെ ഗവൺമെന്റ് വിളിക്കുന്ന പേരാണ് അമൃത് കാൽ. ഒരു അമൃത് കാലാണ് ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന ഒരു പീരീഡ് ഓഫ് പ്രോസ്പെരിറ്റി ആണ് ഇനി അങ്ങോട്ട് പോകുന്ന 25 years എന്ന് പറയുന്നത്. സോ ഈ ബഡ്ജറ്റിൽ തന്നെ നെക്സ്റ്റ് 25 yearsൽ എന്തൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഹാസ് സെറ്റ് സർട്ടൻ ഗോൾസ്. സോ ഗവൺമെന്റ് മെയിൻ ആയിട്ട് 3 ഗോൾസ് ആണ് ഈ അമൃത് കാൽ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, 100 year സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ അമൃത് കാൽ ഇസ് ദ ടേം ഫസ്റ്റ് യൂസ്ഡ് ബൈ ലാസ്റ്റ് ഇയർ ഇൻഡിപെൻഡൻസ് സ്പീച്ചിൽ തന്നെ മോഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് 25 years ഈസ് ഗോയിങ് ടു ബി അമൃത് കാൽ. സോ ദിസ് ബഡ്ജറ്റ് ഈസ് ഓൾമോസ്റ്റ് റിപ്പീറ്റിംഗ് ഇൻ എവറി പാരഗ്രാഫ് വി ആർ ഗോയിങ് ടു അച്ചീവ് അമൃത് കാൽ. ഓക്കെ, സോ അമൃത് കാലിന്റെ ഗോൾസ് നമ്മൾ പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് 3 ഗോൾസ് ആണ് അമൃത് കാലിനുള്ളത്. ഒന്ന് ഇൻക്ലൂസീവ് ഗ്രോത്ത്, കംപ്ലീറ്റ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ഇൻ എവറി സ്പിയറിൽ ഒരു ഇൻക്ലൂസീവ് ആയ ഗ്രോത്ത് ആണ് ഗവൺമെന്റ് 100 yearലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. 2, ഗവൺമെന്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി സെയിങ് ദാറ്റ് വി ആർ ഗോയിങ് ഫോർ എ ഇൻഡസ്ട്രിയൽ 4.0, കംപ്ലീറ്റ് ടെക്നോളജി ലെഡ് ഗ്രോത്തിലേക്കാണ്, ടെക്നോളജി ഡെവലപ്മെന്റിലേക്ക് ഗവൺമെന്റ് കൂടുതൽ ഇനി അടുത്ത 25 years ഫോക്കസ് ചെയ്യാൻ പോവാണ്. ആൻഡ് വിച്ച് ഓൾസോ ഇൻക്ലൂഡ് എനർജി ട്രാൻസിഷൻ, ഗ്രീൻ എനർജി ട്രാൻസിഷനിലേക്കുള്ള ഒരു ഫോക്കസ് കൂടി ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ദെൻ ക്ലൈമറ്റ് ആക്ഷൻസിലേക്ക് നെറ്റ് സീറോ എമിഷനിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഈസ് ലൈക്ക് shifting its process. And as I said, and the third focus will be virtuous cycle. Government will be spending that will lead to the like capital investment government spend ചെയ്തിട്ട് will lead to private crowding of private investment. So ഈ 3 goals ആണ് 2025 ഗവൺമെന്റ് 100th year of ഇൻഡിപെൻഡൻസിലേക്ക് ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് 25 yearsൽ ഗവൺമെന്റിന്റെ ഗോൾ ആയിട്ട് വരുന്നത് 1 ഇൻക്ലൂസീവ് ഗ്രോത്ത്, 2 ടെക്നോളജി ഡ്രിവൻ ഗ്രോത്ത് ആയിരിക്കും, 3 വെർച്വസ് സൈക്കിൾ ഓഫ് by investing capital expenditure. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഈസ് മോർ ഫോക്കസിങ് ഓഫ് PM ഗതിശക്തി യോജനയിലൊക്കെയാണ് ഗവൺമെന്റ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ കൂട്ടിയിട്ട് ഗവൺമെന്റ് വാണ്ടഡ് ടു ഹാവ് എ ക്രൗഡിംഗ് ഇൻ ഓഫ് ദി പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, സോ ഇതിൽ കൂടാതെ ഈ വർഷത്തെ ബഡ്ജറ്റിൽ ഗവൺമെന്റ് ഈ അമൃത് കാൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് there are 4 priority areas given in the budget. ഈ priority areas എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ we have to discuss detail this priority area. ഈ മൂന്ന് ഗോൾസും തന്നെ this is very important for your this year mains. Okay, there will be one question from each
തീം. വെർച്വൽ സൈക്കിൾ എന്ന ചോദ്യം വരാം, ടെക്നോളജി ഡ്രിവൻ ട്രാൻസിഷൻ വരാം. സോ പ്രിലിംസിന് വലിയൊരു പോസിബിലിറ്റി ഇല്ല, പക്ഷെ ഈ ഗോൾസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ബട്ട് ഫോർ മെയിൻസ് ദിസ് ഈസ് റിയലി ഇമ്പോർട്ടന്റ്. ഓക്കെ, ആൻഡ് ബഡ്ജറ്റിന്റെ ഈ വർഷത്തെ പ്രയോറിറ്റി ഏരിയ ആയിട്ട് ഗവൺമെന്റ് ഐഡന്റിഫൈ ചെയ്ത 4 പ്രയോറിറ്റി ഏരിയസ് ആണുള്ളത്. ഫസ്റ്റ് പ്രയോറിറ്റി ഏരിയ ഇസ് PM ഗതിശക്തി. We will discuss detail about it. Second priority area is inclusive development, and third is productivity enhancement and focusing on more energy transitions and climate friendly and net zero emission like focus ചെയ്യാൻ വേണ്ടിയിട്ടാണ്. And providing more opportunity to sunrise industries like pharmaceutical industries, tourism sectors കൂടുതൽ ഫോക്കസ് ചെയ്യാം. Then financing of investments. ഇതാണ് 4 ബഡ്ജറ്റിന്റെ പ്രയോറിറ്റി ഏരിയാസ്. സോ ദിസ് പ്രയോറിറ്റി ഏരിയാസ് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഒന്ന് PM ഗതിശക്തി and inclusive development and productivity enhancement and financing of investment. Okay, so first priority area എന്ന് പറയുന്നത് PM ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാൻ ആണ്. സോ എന്താണ് PM ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ഓക്കെ, കംപ്ലീറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് ഈ PM ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത്. സപ്പോസ് നമ്മൾ വിചാരിക്കാം ഒരു ഹൈവേ ഉണ്ടാക്കണം, ഒരു നാഷണൽ ഹൈവേ ഉണ്ടാക്കുകയാണ്. ഫോർ എക്സാമ്പിൾ കണക്ടിങ് ടു ട്രിവാൻഡ്രം ടു കാസർഗോഡ് നമ്മളൊരു നാഷണൽ ഹൈവേ ഉണ്ടാക്കി. സോ ഈ നാഷണൽ ഹൈവേ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ നാഷണൽ ഹൈവേ എന്തിന്റെ അണ്ടറിൽ വരും? NHAന്റെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യന്റെ അണ്ടറിലാണ് നാഷണൽ ഹൈവേ വരുന്നത്. സോ ഇവിടുന്ന് പക്ഷേ നമ്മുടെ ഇൻഡസ്ട്രിയൽ കോറിഡോർ കിടക്കുന്നത് കഞ്ചിക്കോട്, പാലക്കാട് കഞ്ചിക്കോടാന്ന് വരും. സോ ഇവിടുന്ന് ഇങ്ങോട്ടൊരു സ്റ്റേറ്റ് ഹൈവേ ഉണ്ടാക്കി. സോ ദിസ് വിൽ കംസ് അണ്ടർ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പൊ ഇവിടെയാണ് കഞ്ചിക്കോട് വരുന്നത്, ഇവിടെയാണ് ഫാക്ടറീസ് സെറ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് നാഷണൽ ഹൈവേ. ബട്ട് ഈ ഹൈവേയിൽ വർക്ക് ചെയ്യാൻ വരുന്ന ആളുകൾ ഇവിടെയുള്ള ഒരു റൂറൽ വില്ലേജ്, പാലക്കാട് എന്നുള്ള ഒരു റൂറൽ വില്ലേജ് എന്നാണ് വരുന്നത്. സോ ഇവിടുന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്ന റോഡ് ഉണ്ടാക്കുന്നത് പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജനയിലായിരിക്കും, റൂറൽ ഡെവലപ്മെന്റ്, മിനിസ്റ്റർ ഓഫ് റൂറൽ ഡെവലപ്മെന്റ് കീഴിലായിരിക്കും. സോ ഈ ഒരു ഏരിയ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, ഇവിടെ ഈ ഒരു ഫാക്ടറി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആക്ച്വലി ആരൊക്കെ ഡെവലപ്പ് ചെയ്യണം? ഇവിടെ നാഷണൽ ഹൈവേ വരണം, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഹൈവേ വരണം, ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇവിടുത്തെ റൂറൽ റോഡ് കൂടി ഈ ഫാക്ടറി ആയിട്ട് കണക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇവിടെ വരുന്ന ഒരു എംപ്ലോയിക്ക് ഇങ്ങോട്ട് വന്ന് ഫാക്ടറിയിൽ വർക്ക് ചെയ്ത് ഇവിടെ വരുന്ന ഗുഡ്സ് ഇതിലൂടെ ട്രാൻസ്ഫർ ചെയ്ത് വിവിധ പോർട്ടുകളിലേക്കോ റെയിൽവേ ഇതിലേക്കോ ചെയ്യാൻ പറ്റുള്ളൂ. പ്രസന്റ് സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഒരു ഹൈവേ ഉണ്ടാക്കും. ചിലപ്പോൾ ഈ ഭാഗം കണക്ട് ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഈ ഭാഗം കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല. സോ ഓട്ടോമാറ്റിക്കലി ആയിട്ട് ഇത്ര റോഡ് വന്നും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ റൂറൽ ആളുകൾക്ക്, വില്ലേജിലുള്ള ആളുകൾക്ക് ഫാക്ടറിയിലേക്ക് വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ദർ വോണ്ട് ബി എനി ഡെവലപ്മെന്റ്. സോ യൂഷ്വലി ഈ ഒരു റോഡ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട്, ഈ കണക്ഷൻ വന്നില്ല ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഫാക്ടറിയിൽ ഡെവലപ്മെന്റ് ഒന്നും നടക്കില്ല. സോ ഇതിനു വേണ്ടിയിട്ടാണ് PM ഗതിശക്തി മാസ്റ്റർ പ്ലാൻ കൊണ്ടുവന്നത്, ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കൊണ്ടുവന്നു. ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ത് ചെയ്യുന്ന വെച്ചാൽ ദിസ് വിൽ ഇന്റഗ്രേറ്റ് 16 മിനിസ്ട്രീസ്. എല്ലാ മിനിസ്ട്രീനെയും ഇന്റഗ്രേറ്റ് ചെയ്യും. ഓൾറെഡി ഉള്ള എല്ലാ മിനിസ്ട്രീനെയും ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഇവര് നോക്കും. മാസ്റ്റർ പ്ലാനിൽ നമ്മൾ നോക്കും, ഈ റോഡ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും, ഈ റോഡ് നോക്കും. സോ ഈ റോഡ് കണക്ട് ചെയ്യാൻ ഇവിടെ റോഡ് ഉണ്ടാക്കണം. സോ ഓട്ടോമാറ്റിക്കായിട്ട് ഈ റോഡിന്റെ വർക്ക് അതിന്റെ കൂടെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് ടുഗദർ ആയിട്ട് ആ പ്രോഗ്രാം നടക്കും. അതേ സമയം തന്നെ ഈ റോഡും ഡെവലപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഇതിലെ റെയിൽവേ ഉണ്ടാക്കും, ഇതിൽ നിന്ന് പോർട്ട് കണക്ഷൻ കൊടുക്കും. സോ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും ഒന്നിച്ചു ചേർത്ത് ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയിട്ട്, കോംപ്രിഹെൻസീവ് ആയിട്ട് ലോജിസ്റ്റിക്കൽ സെക്ടർ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ PM ഗതിശക്തി മാസ്റ്റർ പ്ലാൻ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ ലോജിസ്റ്റിക് സെക്ടറിന്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണ് പ്രസന്റ്ലി അത് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ഈ സ്കീമുകളെല്ലാം പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഇതിന്റെ എല്ലാം സൊല്യൂഷൻസ് ആണ് ഈ സ്കീമുകൾ. ഓക്കെ, എന്തൊക്കെയാണ് നമ്മളെ പ്രോബ്ലംസ് ഓഫ് ലോജിസ്റ്റിക് സെക്ടർ? ഏകദേശം 13% GDP സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ലോജിസ്റ്റിക്കൽ സെക്ടറിന്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ GDP സ്പെൻഡ്, 14% ഓഫ് ദ ലോജിസ്റ്റിക്കൽ കോസ്റ്റ് വരുന്നുണ്ട്. വി വാണ്ട് ടു റെഡ്യൂസ് ടു 8 to 9% ഓഫ് GDP. ദാറ്റ് ഇസ് ദ ഗോൾ ഓഫ് ദ ഗവൺമെന്റ്. ദാറ്റ് ഇസ് വൺ പ്രോബ്ലം. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ലോജിസ്റ്റിക്കൽ സെക്ടർ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ആണ് അല്ലെ. സോ ഇൻഫ്രാസ്ട്രക്ചറിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ലോങ് ജസ്റ്റേഷൻ ആണ്. നമ്മളൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് 25-30 years ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വരും. അപ്പം ഇതിന് കൂടുതൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ വരണം. മൂന്നാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർഡിനേഷൻ ഇല്ല. നമ്മൾ നേരത്തെ കണ്ടു ഹൈവേ അതോറിറ്റി ഒരു റോഡ് പണിതുകൊണ്ട് മാത്രം കാര്യമില്ല. ഈ സ്റ്റേറ്റ് ഗവൺമെന്റും റൂറൽ മിനിസ്ട്രി ഒക്കെ റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇത് നടക്കുള്ളൂ. അപ്പൊ ലോജിസ്റ്റിക് സെക്ടറിൽ പ്രസന്റ്ലി കോർഡിനേഷന്റെ പ്രോബ്ലം ഉണ്ട്. അതുപോലെ തന്നെ മൾട്ടി മോഡൽ മിക്സ് ശരിയല്ല. കാരണം നമ്മുടെ ടോട്ടൽ ഗുഡ്സ് ട്രാൻസ്പോർട്ടിന്റെ പ്രസന്റ്ലി റോഡ് ക്യാരി ചെയ്യുന്നത് 60%, റെയിൽവേ ക്യാരി ചെയ്യുന്നത് 30%, ആൻഡ് കോസ്റ്റൽ ക്യാരി ചെയ്യുന്നത് 6% ആണ്. സോ ഈ മിക്സ് നോക്കുവാണെങ്കിൽ റോഡിലാണ് കൂടുതൽ പോകുന്നത്. അതുകൊണ്ട് റോഡ് കൺജഷൻ, റോഡ് ആക്സിഡൻസ്, മൂവ്മെന്റ് ഓഫ് ട്രാൻസ്ഫർ എല്ലാം ഭയങ്കര സ്ലോ ആണ്. ആൻഡ് റോഡിൽ 1 കിലോമീറ്റർ ട്രാൻസ്ഫർ ചെയ്യുന്നത് 2 രൂപ
50 പൈസ വരും. ആൻഡ് റെയിൽവേയിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന 1 രൂപ വരും. ആൻഡ് ഇവിടെ കോസ്റ്റലിൽ 1 കിലോമീറ്റർ ഓഫ് ട്രാൻസ്ഫർ വിൽ അറൌണ്ട് 60 പൈസ. സോ ഏറ്റവും ചീപ്പസ്റ്റ് പോർട്ട് ആണെങ്കിലും കോസ്റ്റൽ ട്രാൻസ്പോർട്ട് ആണെങ്കിലും പക്ഷെ 6% മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. കോസ്റ്റ് ഓഫ് ദ ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര കൂടുതലാണ്. ബിക്കോസ് ഓഫ് ദാറ്റ് ദ പ്രോബ്ലം ഈസ് നമ്മൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഗുഡ്സും നോൺ കോമ്പറ്റീവ് വിത്തൗട്ട് എനി വാല്യൂ അഡീഷൻ നമ്മുടെ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് കൂടുന്നു. സോ വേൾഡ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ നമ്മുടെ പ്രൊഡക്റ്റ് പോകുമ്പോൾ കോമ്പറ്റീറ്റീവ്നെസ് അല്ല, നമ്മുടെ പ്രൊഡക്റ്റ് വെറുതെ പ്രൈസ് കൂടുകയാണ് ബിക്കോസ് ഓഫ് ലോജിസ്റ്റിക്കൽ പ്രോബ്ലം. സോ ഗവൺമെന്റ് വാണ്ട് ടു സോൾവ് ദിസ് ഓൾ ഇഷ്യൂസ് ആൻഡ് ഗവൺമെന്റ് വാണ്ട് ടു ഹാവ് എ സീംലെസ് ട്രാൻസാക്ഷൻ. ലൈക്ക് ഒരു ലോജിസ്റ്റിക്സ് കംപ്ലീറ്റ് ഫ്ലോ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് വരും. ബിക്കോസ് ഇഫ് യു ബിൽഡ് ഈ റോഡും കാര്യങ്ങളും എല്ലാം ബിൽഡ് ചെയ്ത് കണക്ട് ചെയ്ത് വെച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് there will be crowd in. ഇതുകൊണ്ടാണ് ഇവിടെ crowd in വരുന്നു പറയാൻ കാരണം crowd in of private investment. When you build everything, റോഡ് ബിൽഡ് ചെയ്തു, കണക്ട് ചെയ്തു, റെയിൽവേ ട്രാൻസ്പോർട്ട് ഉണ്ട്. സോ വെൻ ഇൻവെസ്റ്റർ കംസ്, ഇൻവെസ്റ്ററിന് മനസ്സിലാവും ഞാൻ ഇവിടെ ഫാക്ടറി തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് ലേബർ ഉണ്ട്, എന്റെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, പോർട്ട് ഉണ്ട്, റെയിൽവേ ഉണ്ട്. സോ എവറിത്തിങ് ഇസ് ദർ, ഐ ജസ്റ്റ് ഹൗ ടു ഇൻവെസ്റ്റ്. സോ ഓട്ടോമാറ്റിക് ആയിട്ട് there will be crowding in of investment that will lead to virtuous cycle of development policies. Okay, അത് മനസ്സിലായല്ലോ. സോ അതിനു വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അതിനു വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് PM ഗതി ശക്തി നാഷണൽ മാസ്റ്റർ പ്ലാൻ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇത് എന്ന് പറയുന്നത് നാഷണൽ മാസ്റ്റർ പ്ലാൻ ഫോർ വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ലോജിസ്റ്റിക്കൽ സിനർജിക്ക് വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് എ സെൻട്രലൈസ്ഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് കേട്ടോ. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നില്ല, ക്യാഷ് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടിയിട്ടാണ് നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ ഉള്ളത് അല്ലെ. 111 lakh crore നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. വി ഓൾറെഡി ഡിസ്കസ് ദിസ് സ്കീം ഇൻ എക്കണോമിക് സർവേ. സോ റോഡിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്, പിന്നെ റെയിൽവേക്കാണ് കൊടുക്കുന്നത്, പിന്നെ എനർജി സെക്ടർ ഇൻഫ്രാസ്ട്രക്ചറിനാണ് കൊടുക്കുന്നതെന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. ആൻഡ് ഇത് സെൻട്രലൈസ്ഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്. ആൻഡ് ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ദിസ് ഈസ് കവറിംഗ് 7 സെക്ടേഴ്സ്. ഈ PM ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാൻ കവർ ചെയ്യുന്നത് 7 സെക്ടറാണ്. പുറത്തു വെക്കാൻ എളുപ്പമാണ്. റോഡ് ഉണ്ട്, റെയിൽവേ ഉണ്ട്, എയർപോർട്ട്, പോർട്സ്, മാസ് ട്രാൻസ്പോർട്ടേഷൻ, വാട്ടർവേ, ലോജിസ്റ്റിക് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഒരു ലോജിസ്റ്റിക്സിന് വേണ്ടിയുള്ള എല്ലാ സെക്ടേഴ്സും ഓപ്ഷനിൽ കണ്ടു കഴിഞ്ഞാൽ അതെല്ലാം കുത്താം, കാരണം അതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് വിൽ കണക്ട് 16 മിനിസ്ട്രീസ്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് PM ഗതി ശക്തി നാഷണൽ മാസ്റ്റർ പ്ലാൻ. ഓക്കെ, ആൻഡ് ഇതിന് ഈ PM ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാൻ ഒരു 6 pillars പറയുന്നുണ്ട്. ഈ 6 pillars ഞാൻ പറയാൻ കാരണം ദിസ് ഇസ് ഡയറക്ട്ലി ഗിവൺ ഇൻ ദ വെബ്സൈറ്റ്. സോ യൂഷ്വലി UPSC യൂസ് ടു ടേക്ക് വാട്ട് എവർ ലൈക്ക് ഗവൺമെന്റ് വെബ്സൈറ്റിൽ കൊടുക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് എടുക്കാറുണ്ട്. ദാറ്റ്സ് വൈ ഐ ജസ്റ്റ് ഗിവൺ. സോ ഒന്നും ഓർത്തു വെച്ചാൽ മതി. ഒന്ന് കോംപ്രിഹെൻസീവ് ആയിരിക്കും ഇതിന്റെ ഒരു പില്ലർ. കോംപ്രിഹെൻസീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും മിനിസ്ട്രീസിന്റെയും ഡാറ്റാസും അവരുടെ വർക്കും. അതായത് ഇവിടെ റോഡ് പണിയാണെങ്കിൽ ഏറ്റവും ആദ്യം വന്ന് എന്ത് ചെയ്യും, വാട്ടർ അതോറിറ്റി പൈപ്പിടും, എന്നിട്ട് ടെലിഫോൺ അതോറിറ്റി അടുത്ത പൈപ്പിടും, അതിനുശേഷം മാത്രമേ ഇവിടെ റോഡ് പണിയുള്ളൂ. ഇപ്പൊ ചെയ്യുന്ന പോലെ റോഡ് പണിത് കഴിഞ്ഞിട്ടല്ല വാട്ടർ അതോറിറ്റി പൈപ്പിടുന്നത്. സോ ലൈക്ക് ദാറ്റ്. സോ കംപ്ലീറ്റ് കോംപ്രിഹെൻസീവ് ആയിരിക്കും. പ്രയോറിറ്റൈസ് ചെയ്യും, ഏത് ആദ്യം ചെയ്യണം എന്നുള്ളതിന് പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടാവും. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആയിരിക്കും. കോർഡിനൈസേഷൻ ഓർ സിംഗ്രണൈസേഷൻ ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് വിൽ ബി ദർ. അനലിറ്റിക്കൽ, സ്പേഷ്യൽ പ്ലാനിങ്, GIS ഡാറ്റ ഓട്ടോമാറ്റിക് ആയിട്ട് എടുത്ത സ്പെഷ്യൽ പ്ലാനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ ബി ഡൈനാമിക് മോണിറ്ററിംഗ്, ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ സമയത്തും പ്രൊജക്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ദിസ് പില്ലേഴ്സ് ആർ ഡയറക്ട്ലി ഗവൺ ഇൻ ദ വെബ്സൈറ്റ്, ദാറ്റ്സ് വൈ ഐ ഹാവ് ജസ്റ്റ് ടേക്കൺ ഇറ്റ്. സോ കോംപ്രിഹെൻസീവ് ആയിരിക്കും, പ്രയോറിറ്റൈസേഷൻ നടത്തും, ആൻഡ് ഒപ്റ്റിമൈസേഷൻ, സിംഗ്രണൈസേഷൻ, അനലിറ്റിക്കൽ ആൻഡ് ഡൈനാമിക്. ഓക്കെ, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. രണ്ടാമത്തെ സ്കീം ഗവൺമെന്റ് ലോജിസ്റ്റിക്കൽ സെക്ടറിന് വേണ്ടി കൊണ്ടുവന്നത് ഈ ബഡ്ജറ്റിൽ പറയുന്നത് യൂണിഫൈഡ് ലോജിസ്റ്റിക്കൽ ഇന്റർപ്രൈസ് പ്ലാറ്റ്ഫോം ആണ്. ദിസ് ഈസ് അഗെയിൻ ഇമ്പോർട്ടൻറ്റ്, ULIP. അപ്പം യൂണിഫൈഡ് ലോജിസ്റ്റിക്കൽ ഇന്റർഫേസ് പ്ലാറ്റ്ഫോം ആണ്. ഇതിന്റെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാൽ ദിസ് നോഡൽ മിനിസ്ട്രി ഇമ്പോർട്ടന്റ് ആണ്. നോഡൽ മിനിസ്ട്രി ഓർത്ത് വെക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ്, DPIIT ആണ് ഇതിന്റെ നോഡൽ മിനിസ്ട്രി. ദിസ് വിൽ കണക്ട് അറൌണ്ട് 24 ലോജിസ്റ്റിക്കൽ സെക്ടേഴ്സും. 6 മിനിസ്ട്രീസ് ആണ് ഇവിടെ കവർ ചെയ്യുന്നത്. PM ഗതിശക്തിയിൽ 16 മിനിസ്ട്രീസ്, ഇവിടെ 6 മിനിസ്ട്രീസ് കേട്ടോ, മാറിപ്പോണ്ട. PM ഗതിശക്തിയിൽ 16 മിനിസ്ട്രീസ്, ഇവിടെ യൂണിഫൈഡ് ലോജിസ്റ്റിക്കൽ ഇന്റർഫേസിൽ 6 മിനിസ്ട്രീസ് ആണ് കണക്ട് ചെയ്യുന്നത് ആൻഡ് ഡിപ്പാർട്ട്മെന്റ്. ഇതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ റിയൽ ടൈം ഡാറ്റ കൊടുക്കുക. നമ്മുടെ ഗുഡ്സ് മൂവ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ട്രാക്ക് ചെയ്യാറില്ലേ, ലൈക്ക് ഫ്ലിപ്കാർട്ട്, ആമസോൺ, സൊമാറ്റോ, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡാറ്റ ഇതിനകത്തേക്ക് ഇന്റർലിങ്ക് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യും,
ഇത് നമ്മുടെ ഗുഡ്സ് എവിടെ എത്തിയിട്ടുണ്ട്. സോ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ ഇവിടുന്ന് ഒരു ഗുഡ്സ് അയക്കുവാണെങ്കിൽ എനിക്ക് എന്റെ ഗുഡ്സ് എവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ മുംബൈയിൽ എത്താൻ 2 ദിവസം എടുക്കുമെങ്കിൽ എനിക്ക് ഐ ക്യാൻ പ്ലാൻ അക്കോർഡിംഗ്ലി. സോ എന്റെ ടിക്കറ്റ്സ് എനിക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മുംബൈയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊക്കെ ആ സമയത്തിന് ചെയ്താൽ മതി. സോ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഗുഡ്സ് റിയൽ ടൈം എവിടെ എത്തിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ദിസ് വിൽ ബി അണ്ടർ DPIIT, that you should remember, and all the existing information should be components another. All the existing importance information should be 6 ministry le integrate ചെയ്തിട്ടുണ്ട്. Private players ആയിട്ടുള്ള data interlink ചെയ്തിട്ടുണ്ട്. And there will be ഒരു യൂണിഫൈഡ് നമ്പർ ഉണ്ടാവും നമ്മുടെ ID ഓരോ ഗുഡ്സ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കാൻ ഇമ്പോർട്ടന്റ് ആണ്. ലൈക്ക് യൂണിഫൈഡ് ലോജിസ്റ്റിക്കൽ ഇന്റർഫേസ് പ്ലാറ്റ്ഫോം DPIIT-ന്റെ കീഴിലാണ്. 6 ministries ആണ്, 16 ministries അല്ല. റിയൽ ടൈം ഡാറ്റ ആൻഡ് പ്രൈവറ്റ് പ്ലെയേഴ്സ്. These are the point you should remember. All the sectors, all the logistical sectors will be connected. Like portile data കിട്ടും, railway, road കിട്ടും, waterways കിട്ടും, whatever. Like എന്ത് വന്നു കഴിഞ്ഞാലും അതൊക്കെ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കൊടുക്കാം. Okay. Then next scheme introduced in this budget is multi-modal logistical park ആണ്. Okay. ഇത് പറയാം. മൾട്ടി മോഡൽ ലോജിസ്റ്റിക്കൽ പാർക്ക് ആണ് അടുത്തതായിട്ട് ബഡ്ജറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്കീം. ഇത് ഒന്നുമില്ല, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സാധനം. ഫോർ എക്സാമ്പിൾ ഇതൊരു പാർക്കാന്ന് വിചാരിക്കാം. ജസ്റ്റ് ഒരു പാർക്ക് സ്ഥലം. ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യാം, റോഡ് കണക്ട് ചെയ്തിട്ടുണ്ടാവും എല്ലാ സ്ഥലത്തുനിന്നും. ഇപ്പം ഡൽഹിയാണ് പാർക്ക് ഉണ്ടെങ്കിൽ ഗുർഗാവിന്ന് റോഡ് വരുന്നുണ്ടാവും, നോയിഡയിൽ റോഡ് വരുന്നുണ്ടാവും, രാജസ്ഥാൻ മുംബൈന്ന് ഹൈവേ വരുന്നുണ്ടാവും. സോ ഇതുപോലെ തന്നെ റെയിൽവേ കണക്ട് ചെയ്തിട്ടുണ്ടാവും. സോ ഇതും പോർട്ടും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. സോ ഈ പാർക്കിൽ എന്തുണ്ടാവും, വെയർ ഹൗസസ് ഫെസിലിറ്റീസ് ഉണ്ടാവും, കസ്റ്റം ക്ലിയറൻസ് ഫെസിലിറ്റീസ് ഉണ്ടാവും. ഈ പാർക്കിൽ എല്ലാ രീതിയിലുള്ള ലോജിസ്റ്റിക്സിന് വേണ്ടിയുള്ള പാക്കിംഗ് എല്ലാ സാധനങ്ങളും, ഫെസിലിറ്റീസ്, റിഫ്രഷ്മെന്റ് പ്ലേസുകൾ, ആളുകൾക്ക് വരുന്ന ആളുകൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാനുള്ള ഒരു സാധനം ഉണ്ടാവും. ഇതുപോലത്തെ പാർക്ക് 35ഓളം പാർക്കുകൾ ഇന്ത്യയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നെക്സ്റ്റ് പോളിസീസ്. ഫസ്റ്റ് പാർക്കിന്റെ പണി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തത് ആസാമിലാണ്. ജോഗി ഗപ്പ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആദ്യമായിട്ട് പാർക്ക് വന്നിട്ടുള്ളത്. അത് ചോദിക്കില്ല, കാരണം അത് ഇനാഗുറേറ്റ് ചെയ്തില്ല. ഓൾറെഡി 6 month ബിഹൈൻഡ് സ്കെഡ്യൂൾ ആണ് പാർക്കുള്ളത്. സോ ബേസിക്കലി ഇതൊരു PPP മോഡലിലായിരിക്കും ഇത് ചെയ്യുന്നത്. അത് ഓർത്ത് വെക്കുക. PPP മോഡലിലായിരിക്കും ഈ പാർക്ക് ഉണ്ടാക്കുന്നത്. ഇറ്റ് വിൽ ബി അണ്ടർ ദി മിനിസ്ട്രി ഓഫ് റോഡ്സ് ആൻഡ് നാഷണൽ ഹൈവേ, മിനിസ്ട്രി ഓഫ് നാഷണൽ ഹൈവേന്റെ കീഴിലാണ് ഈ പ്രോജക്റ്റ് വരുന്നത്. ആൻഡ് PPP മോഡലിലാണ് ഇത് ചെയ്യുന്നത്. ദർ വിൽ ബി പാർക്സ്. ഓക്കെ, ജസ്റ്റ് പാർക്ക് എല്ലാ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് കണക്ട് ചെയ്യും. നെക്സ്റ്റ് സ്കീം റെയിൽവേ. ഈ നമ്മുടെ സപ്ലൈ ചെയിൻ ലോക്കൽ കേട്ടില്ല, ക്ലിയർ അല്ലല്ലോ. 35 സ്ഥലങ്ങളിൽ ഉണ്ടാക്കാനാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ 6 സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒരെണ്ണം ആസാമിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ആസാമിൽ സ്റ്റാർട്ട് ചെയ്ത് ഓൾറെഡി 6 month സ്കെഡ്യൂൾ ബാക്കിലാണ്. പിന്നെ ചെന്നൈയിൽ ഒരെണ്ണം തുടങ്ങാൻ നോക്കുന്നുണ്ട്, മുംബൈയിൽ വരുന്നുണ്ട്. ആൻഡ് ദർ വിൽ ബി അനദർ 35. So that number is not important. This is PPP മോഡൽ ആയിരിക്കും. മൾട്ടി മോഡൽ ലോജിസ്റ്റിക്കൽ പാർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ കംപ്ലീറ്റ് ഇന്റഗ്രേഷൻ ഓഫ് ലോജിസ്റ്റിക്കൽ സെക്ടർ. ഒരു പാർക്ക്, അതിനകത്ത് എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും ഉണ്ടാവും, ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അടുത്തതായിട്ട് ഈ ലോക്കൽ പ്രൊഡക്ട്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓരോ ഏരിയയിലുള്ള ലോക്കൽ പ്രൊഡക്ട്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1 station 1 product എന്ന് പറയുന്ന ഒരു സ്കീം മിനിസ്ട്രി ഓഫ് റെയിൽവേ ഈ ബഡ്ജറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതായിട്ട് പറയുന്നുണ്ട്. സോ ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യും. സോ ആ പ്രൊഡക്റ്റ് ആ റെയിൽവേ സ്റ്റേഷനിൽ പ്രൊമോട്ട് ചെയ്യും, അതിന്റെ സെയിൽ പ്രൊമോട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു പ്രൊഡക്റ്റ് ആയിട്ടുള്ള ലക്ഷ്മികാന്ത്. സോ ഒരു കിയോസ്ക് ഉണ്ടാക്കും, അവിടെ ലക്ഷ്മികാന്ത് വെക്കും. വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ ഓരോ ലക്ഷ്മികാന്ത് മേടിക്കാം. സോ എവരിബഡി വിൽ ബി ഹാവിംഗ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ നോളജ് കേട്ടോ. അതുപോലെ അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ വേറൊരു പ്രൊഡക്റ്റ്. സോ ആ ഏരിയയിലുള്ള സപ്ലൈ ചെയിനെ കണക്ട് ചെയ്യുക, ലോക്കൽ പ്രൊഡക്ട്സിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക, ലോക്കൽ പ്രൊഡക്ട്സിനെ കൂടുതൽ അവെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് റെയിൽവേ തുടങ്ങിയിട്ടുള്ള പ്രോഗ്രാമാണ് 1 station 1 product. ദിസ് ഈസ് ഓൺ ദ സെയിം ലൈൻ ഓഫ് 1 district 1 product, വിച്ച് ഈസ് ഓൾറെഡി ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഡിസ്ട്രിക്റ്റിൽ ഒരു പ്രൊഡക്റ്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാം. ദാറ്റ് മോഡൽ വി ഹാവ് അഡോപ്റ്റഡ് ഫ്രം ജാപ്പനീസിൽ ഓൾറെഡി ഉള്ള പ്രോഗ്രാമാണ് 1 district 1 product. സോ അതേപോലെ തന്നെ സാധനമാണ് 1 station 1 product. ഓരോ റെയിൽവേ സ്റ്റേഷനിലും ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ പ്രൊഡക്റ്റിനെ കൂടുതൽ ചെയ്യും. അപ്പൊ അവിടെയുള്ള ലോക്കൽ ആർട്ടിഷ്യൻസിനും ലോക്കൽ പ്രൊഡ്യൂസേഴ്സിനും അത് കൂടുതൽ ബെനിഫിറ്റ് ചെയ്യും, കൂടുതൽ സെയിൽസ് നടക്കും. അതിന്റെ എല്ലാ ബെനിഫിറ്റും അറിയാലോ, ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ എല്ലാ ബെനിഫിറ്റ്സും ഉണ്ടാവും. ഓക്കെ, സോ
another important announcement given by like budget എന്ന് പറയുന്നത് കവച് ആണ്. അറിയില്ലല്ലോ. ഓക്കെ, ഓക്കെ, കവച് ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സിസ്റ്റം. ഓക്കെ, സോ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഇന്ത്യൻ റെയിൽവേന്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇൻക്രീസിംഗ് നമ്പർ ഓഫ് ആക്സിഡൻസ് അല്ലെ. ഒരുപാട് റെയിൽവേ ആക്സിഡൻസ് നടക്കുന്നുണ്ട്. സോ ഗവൺമെന്റ് ലൈക്ക് ഇതൊരു പുതിയൊരു ട്രെയിൻ പൊല്യൂഷൻ അവോയ്ഡൻസ് സിസ്റ്റം ആണ് കവച് എന്ന് പറയുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഇൻഡിജിനിയസ് ആണ്, കംപ്ലീറ്റ്ലി ഇൻഡിജിനിയസ്ലി ഡെവലപ്ഡ് ആണ്. സോ ഇതെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു RFID ഉണ്ടാവും എല്ലാ ട്രെയിനിലും, ആൻഡ് ട്രാക്കിലും ഈ RFID വെച്ച് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. ഇത് സിഗ്നലിലും ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. സോ ഈ ലോക്കോമോട്ടീവിലുള്ള RFID-യും വേറൊരു RFID-യും തമ്മിൽ ക്ലോസ് കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എൻജിൻ ബ്രേക്ക് ചെയ്യും. സോ നമുക്ക് ഇപ്പം ക്ലിയർ വിഷൻ ഇല്ലാത്ത സമയത്ത് ഫോഗി ആയിട്ടുള്ള വിന്റർ ഡേയ്സിലൊക്കെ ഒരുപാട് റെയിൽവേ ആക്സിഡൻസ് നടക്കുന്നുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. സോ അല്ലാത്ത സമയത്തും നമുക്ക് ഒരുപാട് ആക്സിഡൻസ് നടക്കുന്നുണ്ട്. അപ്പൊ 2 ബോഗികൾ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എൻജിൻ ഓഫ് ആയിട്ട് ആക്സിഡൻസ് ഒഴിവാക്കും. അതാണ് ട്രെയിൻ പൊല്യൂഷൻ അവോയ്ഡൻസ് സിസ്റ്റം. സോ ഇത് RFID ആണ് ഇതിനകത്ത് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഇതിന് മാത്രമല്ല, ഇപ്പൊ നമുക്ക് വലിയൊരു ടേൺ ഒക്കെ തിരിക്കണമെങ്കിൽ ചിലപ്പം നമുക്ക് 30 കിലോമീറ്റർ സ്പീഡിന്റെ താഴെ പോകേണ്ടി വരും. സോ ഇറ്റ് ക്യാൻ ലൈക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പോലും ഈ 30 കിലോമീറ്ററിന്റെ മുകളിലേക്ക് ട്രെയിൻ പോവില്ല. സോ ഇത് കംപ്ലീറ്റ് ആക്സിഡൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ ഒരു പുതിയ പ്രൊഡക്റ്റ് ആണ്. സോ കംപ്ലീറ്റ്ലി ഇൻഡിജിനസ് ആണ്. പ്രസന്റ്ലി വേൾഡിൽ ട്രെയിൻ പൊല്യൂഷൻ അവോയ്ഡൻസ് സിസ്റ്റം കൊടുക്കുന്നത് യൂറോപ്യൻ സിസ്റ്റം ആണ്. ഈ യൂറോപ്യൻ സിസ്റ്റം മാത്രമേ പ്രസന്റ്ലി വേൾഡിൽ ട്രെയിൻ പൊല്യൂഷൻ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ബട്ട് ദ പ്രോബ്ലം വിത്ത് ദാറ്റ് ഈസ് ഇറ്റ്സ് ഹൈലി കോസ്റ്റ്ലി ആണ്. അതുകൊണ്ട് തന്നെ ദർ ഈസ് എ ബിഗ് മാർക്കറ്റ് ഔട്ട്സൈഡ് ദ വേൾഡ്. സോ ഗവൺമെന്റ് ഇൻ ദിസ് ബഡ്ജറ്റ് ഡിസൈഡഡ് ടു എക്സ്പോർട്ട് കവച് ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സിസ്റ്റം. കവച് എന്ന് പറയുന്ന സാധനം എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഡിസിഷൻ എടുത്തിട്ടുണ്ട്. സോ അതിനകത്ത് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, ഇത് ട്രെയിൻ പൊല്യൂഷൻ അവോയ്ഡൻസ് സിസ്റ്റം ആണ്. ദെൻ the next thing is that this is using by RFID and we are also going to export it and completely indigenous. Okay, so these are the things you need to remember. And if you want, you can see a video on YouTube. There Minister of Railway has put like 2 locomotive വരുമ്പോൾ automatic ആയിട്ട് ഓഫ് ആയി പോകുന്ന ഒരു വീഡിയോ ഉണ്ട്. If you want, you can watch it. അടുത്ത after like government has introduced Sagarmala, then Bharatmala, so government is come up with a new mala, that is Parvatmala. Okay, പർവ്വതമാലയുടെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാല് ഹില്ലി ഏരിയാസിനെ ബാക്ക്വേർഡ് ലൈക്ക് ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഡിഫിക്കൽട്ട് തിങ്. സോ ഹില്ലി ഏരിയാസിൽ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പുതിയൊരു റോഡ് പണിയാണെങ്കിൽ ലാൻഡ് അക്വസിഷൻ പ്രോബ്ലം ഉണ്ട്, ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആയിരിക്കില്ല, ഒരുപാട് ഫോറസ്റ്റ് കളയേണ്ടി വരും. അപ്പം ഇതിനെക്കാട്ടൊക്കെ ഈസി മാർഗമായിട്ട് ഗവൺമെന്റ് ഈസ് കമ്മിങ് അപ്പ് വിത്ത് എ ന്യൂ പ്രോഗ്രാം ദാറ്റ് ഈസ് കോൾഡ് പർവ്വതമാല. സോ ആസ് നെയിം സജസ്റ്റ് ഇറ്റ്സ് ഫോർ ഹില്ലി ഏരിയാസ് ആൻഡ് ദിസ് ഈസ് എ നാഷണൽ റോപ്പ് വേ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ്. സോ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പർവ്വതമാലയിൽ നമ്മൾ ഈ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേന്റെ മിനിസ്ട്രിന്റെ ആണ് നോഡൽ മിനിസ്ട്രി. PPP ബേസ്ഡ് ആയിരിക്കും പ്രൊജക്ട് ഉണ്ടാവുക. സോ ഇങ്ങനെ ഒരു പ്രൊജക്ട് വന്നു കഴിഞ്ഞാൽ ഗുണം ഒന്ന് ഗുഡ്സും ട്രാൻസ്പോർട്ട് ചെയ്യാം, ആളുകൾക്കും ട്രാൻസ്പോർട്ടേഷൻ നടക്കും, അതുപോലെ തന്നെ ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും, അതുപോലെ ടൂറിസം ഡെവലപ്പ് ചെയ്യും, പിന്നെ കുറച്ചുകൂടി ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ഉണ്ടാവും, പിന്നെ ഒരുപാട് ലേബർ ഇന്റൻസീവ് അല്ല. ഒരു സ്ഥലത്ത് ഒരു കോർണറിൽ ഒരാളുണ്ടെങ്കിൽ അടുത്ത ആൾ ഇത് കയറ്റി നിർത്താൻ വേറൊരാൾ മതി, അത് ഒരുപാട് ആളുകളെ ആവശ്യമില്ല. സോ ഓട്ടോമാറ്റിക് ആയിട്ട് ഹില്ലി ഏരിയയിൽ കമ്പാരിറ്റീവ്ലി സ്പീഡി ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ആയിട്ടാണ് ഓട്ടോമാറ്റിക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. നോർത്ത് ഈസ്റ്റേൺ ഡിസ്ട്രിക്റ്റില് ജമ്മു കാശ്മീർ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ എന്നുള്ള സ്റ്റേറ്റുകളിലായിരിക്കും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് കോൾഡ് പർവ്വതമാല. സോ ദർ ഇസ് എ സാഗർമാല. സാഗർമാല എന്തിനായിരുന്നു? കോസ്റ്റൽ. ഭാരത്മാല റോഡ്. ദിസ് ഈസ് പർവ്വതമാല മല. ഓക്കെ, വെരി സിമ്പിൾ. സോ ദിസ് ഈസ് ഫസ്റ്റ് പ്രയോറിറ്റി ഏരിയ നമ്മൾ കഴിഞ്ഞു, PM ഗതിശക്തി കഴിഞ്ഞു. സെക്കൻഡ് പ്രയോറിറ്റി ഏരിയ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ പ്രയോറിറ്റി ഏരിയ ആണ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ്. ഇൻക്ലൂസീവ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരുപാട് സ്കീംസ് ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. വിൽ സി ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് കൂടി നമുക്ക് ഈ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യും. ഇൻക്ലൂസീവ് ഡെവലപ്മെന്റിൽ അഗ്രികൾച്ചർ നമുക്ക് കവർ ചെയ്യാം. ബാക്കി നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിലേക്ക് വ്യാഴാഴ്ച second section of will be there. By then budget will be covered. Okay, so inclusive sector ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സെക്ടർ ആണ് അഗ്രികൾച്ചർ സെക്ടർ. സോ അഗ്രികൾച്ചർ സെക്ടറിൽ പ്രസന്റ്ലി നമ്മൾ
ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് അല്ലെ. സോ അഗ്രികൾച്ചർ സെക്ടറിലെ പ്രധാനമായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിൽ ഡീഗ്രഡേഷൻ ആണ്. സോയിലിന്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് കുറവാണ്. അതുപോലെ തന്നെ ദർ ആർ ലോട്ട് ഓഫ് എൻവയോൺമെന്റൽ ഇഷ്യൂസ് വരുന്നുണ്ട്. പിന്നെ ഇൻഎഫിഷ്യന്റ് വാട്ടർ യൂസ് ആണ്. വാട്ടർ ഗസ്ലിംഗ് ക്രോപ്സ് ആണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. റൈസ് ആണെങ്കിലും എല്ലാം വാട്ടർ ഗസ്ലിംഗ് ക്രോപ്സ് ആണ്. ഹൈ ഇൻപുട്ട് കോസ്റ്റ് വരുന്നുണ്ട്. ഫെർട്ടിലൈസേഴ്സിന്റെ സബ്സിഡി തന്നെ നമുക്ക് ഒരുപാട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ തന്നെ പ്രോഗ്രാം പാസ്റ്റ് ഇയർ പ്രോഗ്രാം നോക്കുകയാണെങ്കിൽ ഗ്രീൻ റെവല്യൂഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മിഹിർഷാ കമ്മിറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട് ഗ്രീൻ റെവല്യൂഷൻ ഈസ് നോട്ട് അബൌട്ട് ഫുള്ളി ഗ്രീൻ അല്ലെ. സോ നമ്മളെ നോർമൽ NPK റേഷ്യോ എത്രയായിരുന്നു? 4:2:1. So this already asked in prelims also few years back. So normal NPK ratio എന്ന് പറയുന്നത് 4:2:1 ആണ്. പക്ഷെ because of our controlled price in urea and non-controlled price of other fertilizers എന്ത് സംഭവിച്ചു? ആളുകൾ കൂടുതൽ യൂറിയ യൂസ് ചെയ്തു and this ratio has disrupted. Now it's around 16:14 something like that. So അഗ്രികൾച്ചർ സെക്ടറിൽ കൂടുതൽ സോയിൽ ഡീഗ്രഡേഷൻ കാര്യങ്ങളും വന്നിട്ട് അതിന്റെ പ്രൊഡക്ടിവിറ്റി കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ഗവൺമെന്റ് ദിസ് ഇയർ ഫോക്കസിങ് ഓൺ എ കെമിക്കൽ ഫ്രീ അഗ്രികൾച്ചർ. സോ കെമിക്കൽ ഫ്രീ നാച്ചുറൽ ഫാമിങ്ങിലേക്കാണ് ഗവൺമെന്റ് കൂടുതലായിട്ട് ഈ വർഷം ഫോക്കസ് ചെയ്യുന്നത്, ഇനി തൊട്ടങ്ങോട്ട്. പക്ഷെ ഈ നാച്ചുറൽ ഫാമിങ്ങിന്റെ അല്ലെങ്കിൽ കെമിക്കൽ ഫ്രീ അഗ്രികൾച്ചറിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇമ്മീഡിയറ്റ് ഇയറിൽ ദർ ഈസ് എ റിഡക്ഷൻ ഓഫ് പ്രൊഡക്ഷൻ. Then only there will be increase. So you cannot completely shift to chemical free natural farming immediately. That is the problem happened with Sri Lanka. As you know that there are many issues with Sri Lanka. There is a debt trap with China, and there is also issue with the tourism sector because COVID ayapam tourism was the one of the like main industry of Sri Lanka. Appo adu completely disrupted. And third, the tea sector crisis നോക്കുകയാണെങ്കിൽ tea industry in Sri Lanka because of forceful transfer to കെമിക്കൽ ഫ്രീ നാച്ചുറൽ ഫാമിംഗ് ആയതുകൊണ്ട് കംപ്ലീറ്റ് ബാനിങ് ഓഫ് ഫെർട്ടിലൈസർ ചെയ്തതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദർ ഈസ് എ റിഡക്ഷൻ ഓഫ് പ്രൊഡക്ഷൻ. ദാറ്റ്സ് ലെഡ് ടു ലോട്ട് ഓഫ് ക്രൈസസ് ഇൻ ശ്രീലങ്ക ഓൾസോ. സോ അങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പെട്ടെന്നുള്ള ഒരു പുഷ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കെമിക്കൽ ഫ്രീ നാച്ചുറൽ ഫാമിങ്ങിന് കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് വി ഹാവ് ലോട്ട് ഓഫ് മൗസ് ടു ഫീഡ് അല്ലെ. ഇന്ത്യ ഹൈലി പോപ്പുലേറ്റഡ് ആണ്. സോ നമുക്കൊരു സ്ലോ റണ്ണിലേ പോകാൻ പറ്റുള്ളൂ. ആൻഡ് ഇനിഷ്യലി ദർ വിൽ ബി ഡിക്രീസ് ഓഫ് പ്രൊഡക്ഷൻ. സോ യു നീഡ് ടു പ്രൊട്ടക്ട് ദ ഫാർമേഴ്സ് ഓൾസോ. There will be more demand for the farmers and side കുറച്ചുകൂടി പൈസക്ക് അല്ലെങ്കിൽ ഒരു സബ്സിഡി സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഡിമാൻഡ് ഉണ്ടാവും because there will be reduction of production. So government is taking a step by step. Government wanted to achieve completely natural farming or chemical free agriculture. Okay, so for that as a first step chemical free natural farming ile government ചെയ്യുന്ന ഒരു 5 kilometer wide corridor along Ganga will be converted into as a first stage ആയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റ് അതൊരു കെമിക്കൽ ഫ്രീ നാച്ചുറൽ ഫാമിംഗ് ഏരിയ ആയിട്ട് മാറുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ഓപ്പറേഷൻ ഗംഗ. ഓപ്പറേഷൻ ഗംഗ എന്താണ്? ഓപ്പറേഷൻ ഗംഗ എന്തായിരുന്നു? യുക്രൈന്റെ കഴിച്ച. ദിസ് ഈസ് ഡിഫറെന്റ്. ഓക്കെ, സോ കൺഫ്യൂഷൻ ആകാൻ പോകാൻ പാടില്ല. 5 kilometer wide corridor along ഗംഗ ആണ് കെമിക്കൽ ഫ്രീ നാച്ചുറൽ ഫാമിങ്ങിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഈ ബജറ്റിൽ ചെയ്തിട്ടുണ്ട് ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് അടുത്തൊരു സ്കീം വരുന്നത് ഈ ഗവൺമെന്റ് അനൗൺസ് ചെയ്ത സ്കീം പരമ്പരാഗത കൃഷി വികാസ് യോജനയാണ്. യു വിൽ ബി ഓൾറെഡി നോയിങ് ദിസ് സ്കീം. സോ ദിസ് സ്കീം ഈസ് ദ component of sub-scheme of National Mission of Sustainable Agriculture കീഴിലുള്ള സോയിൽ ഹെൽത്ത് മാനേജ്മെന്റിന്റെ അണ്ടറിൽ വരുന്ന സ്കീമാണ് പരമ്പരാഗത കൃഷി വികാസ് യോജന. സോ ഇതിനകത്ത് ഗവൺമെന്റ് ചെയ്യുന്നത് പ്രൊമോഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ഓർഗാനിക് പ്രൊഡക്ഷൻ ആണ്. കൊമേഴ്ഷ്യൽ ഓർഗാനിക് അഗ്രികൾച്ചറിന്റെ ഒരു കൊമേഴ്ഷ്യൽ പുഷാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്? പരമ്പരാഗത കൃഷി വികാസ് യോജനയിലൂടെ കൊടുക്കുന്നത്. ആൻഡ് ദ ക്വാളിറ്റി, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ വേണ്ടി ദർ വിൽ ബി പാർട്ടിസിപ്പേറ്റീവ് ഗ്യാരണ്ടി സിസ്റ്റം. പാർട്ടിസിപ്പേറ്റീവ് ഗ്യാരണ്ടി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ വിൽ ബി ഡിഫറെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ദാറ്റ് ഗ്രൂപ്പ്. പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവും, സെല്ലേഴ്സ് ഉണ്ടാവും, മിഡിൽ മാൻമാരുണ്ടാവും, ഹോൾസെയിലേഴ്സ്, റിറ്റെയിലേഴ്സ് ഉണ്ടാവും, ആൻഡ് കൺസ്യൂമേഴ്സ് ഉണ്ടാവും. ആൻഡ് ദേ വിൽ give you the quality assurance of certificate ഒരു സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പിൽ കൊടുക്കും. സോ ദാറ്റ് ഇസ് PGS. സോ PGS വരുന്നത് പരമ്പരാഗത കൃഷി വികാസ് യോജനയ്ക്കാന്നുള്ളത് ആലോചിച്ചിരിക്കുക. ആൻഡ് ദിസ് ഈസ് ടു പ്രൊമോട്ട് ദി കൊമേഴ്ഷ്യൽ ഓർഗാനിക് കൾട്ടിവേഷൻ. ദിസ് ഈസ് അണ്ടർ ദി നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിന്റെ കീഴിൽ വരുന്ന ഒരു സ്കീമാണ് പരമ്പരാഗത കൃഷി വികാസ് യോജന. സോ ഗവൺമെന്റ് ഈസ് മോർ ഫോക്കസിംഗ് ഓൺ പരമ്പരാഗത കൃഷി വികാസ് യോജന. Then the another scheme government is, so പരമ്പരാഗത കൃഷി വികാസ് യോജന എന്ന് പറയുന്ന ഒരു സെൻട്രൽ സ്പോൺസേർഡ് സ്കീമാണ് കേട്ടോ. 60% to 40%. ഓക്കെ, ഒരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. സോ
അടുത്ത സ്കീം വരുന്നത് ഈ പരമ്പരാഗത കൃഷി വികാസ് യോജനയുടെ സബ് സ്കീമാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. സോ ദിസ് ഈസ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. സബ് സ്കീം ഓഫ് കൃഷി വികാസ് യോജന, പരമ്പരാഗത കൃഷി വികാസ് യോജനയാണ്. ഇത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് സിന്തറ്റിക് ആയിട്ടുള്ള കെമിക്കൽ ഫാമിങ്ങിനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഓൺ ഫാം ബയോമാസിനെ കൂടുതൽ യൂസ് ചെയ്ത് റീസൈക്കിൾ ചെയ്ത് കൂടുതൽ ചെയ്യുന്നു. സോ ആസ് ഐ സെഡ് ദാറ്റ് ഇനിഷ്യലി ദർ വിൽ ബി ഡിക്ലൈനിങ് ഓഫ് പ്രൊഡക്ഷൻ. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഫാമേഴ്സിന് എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. സോ അണ്ടർ ദിസ് സ്കീം ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിന്റെ കീഴിൽ BPKPന്റെ അണ്ടറിൽ വരുന്നത്, BPKPന്റെ അണ്ടറിൽ വരുന്നത് ദർ വിൽ ബി ഫിനാൻഷ്യൽ സപ്പോർട്ട് ഓഫ് 12,200 പെർ ഹെക്ടർ ഫോർ 3 years. ഫാമേഴ്സിന് സപ്പോർട്ട് ഉണ്ടാവും. അത് ഓർത്തിരിക്കുക. ദർ വിൽ ബി ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫോർ നെക്സ്റ്റ് 3 years. 12,200 rupees പെർ ഹെക്ടർ വെച്ച് ഗവൺമെന്റ് എന്ത് ചെയ്യും, ഗവൺമെന്റ് ഫാമേഴ്സിന് കൊടുക്കും. ഓക്കെ, സോ ദാറ്റ് ഇസ് BPKP. BPKP ഈസ് അണ്ടർ കൃഷി വികാസ് യോജന. ഓക്കെ, PKVY. Okay. Next important scheme is zero budget natural farming. Zero budget natural farming, as you already know, is why it's zero budget, because there is no budget involved. Natural farming, because എന്താ natural farming എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ സ്റ്റേജസ് പറയുകയാണെങ്കിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? Subhash Palekar is known as the father of zero budget natural farming. He got the Padma Shri award for that. So ഇതിനെ സീറോ ബഡ്ജറ്റ് എന്ന് വിളിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓഫ് ഫീൽഡിന്റെ പുറത്ത് നിന്ന് യാതൊരു സാധനവും ഇൻപുട്ട് കോസ്റ്റ് ആയിട്ട് വരുന്നില്ല. ഇൻപുട്ട് ആയിട്ട് ഇതിനകത്തേക്ക് ഒരു സാധനവും കൊണ്ടുവരുന്നില്ല. സോ ബിക്കോസ് ഓഫ് ദാറ്റ് നാച്ചുറലി ആ ഫീൽഡിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയോ അത് വെച്ച് തന്നെയാണ് ഇതിന്റെ ഫാമിന്റെ പ്രോസസ് നടക്കുന്നത്. ബിക്കോസ് ഓഫ് ദാറ്റ് ഇറ്റ്സ് കോൾഡ് സീറോ ബഡ്ജറ്റ്. ഓക്കെ, നാച്ചുറൽ ഫാമിംഗ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ കം ടു ദാറ്റ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നാച്ചുറൽ ഫാമിംഗ് ആൻഡ് ഓർഗാനിക് ഫാമിംഗ്. ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്. സോ ഈ നാച്ചുറൽ ഫാമിംഗിന്റെ കീഴിൽ വരുന്ന സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗിന്റെ കീഴിൽ 4 സ്റ്റെപ്സ് ആണ് വരുന്നത്. ഒന്ന് ബീജാമൃത്. ബീജാമൃത് എന്ന് പറയുന്നത് സീഡ് ട്രീറ്റ്മെന്റ് ആണ്. സീഡ് കൗഡങ്കൊക്കെ ഉപയോഗിച്ചിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുക. ദെൻ ജീവാമൃത എന്ന് പറയുന്ന ഒരു പ്രോസസ് ആണ്. ദാറ്റ് ഈസ് അഗെയിൻ മൈക്രോബ്സ് ഒക്കെ സോയിൽ ബെഡ് തയ്യാറാക്കുക യൂസിങ് കൗഡങ് ആൻഡ് യൂറിൻ ഒക്കെ ഉപയോഗിച്ചിട്ട് ജീവാമൃത എന്ന് പറയുന്ന സ്റ്റേജ് ആണ്. ദെൻ മൾച്ചിങ്, ഇറ്റ്സ് കോൾഡ് അച്ചദാന. അച്ചദാന എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് എ മൾച്ചിങ് പ്രോസസ് ചെയ്യുക. ദെൻ വാപ്പസ എന്ന് പറയുന്ന സോയിൽ എയറേഷൻ പ്രോഗ്രാം ആണ്. സോ this is why this is zero budget, means there is no input cost associated with the farming. That is why this is called zero budget natural farming. What is the difference between natural farming and organic farming? എന്താണ് നാച്ചുറൽ ഫാമിംഗും ഓർഗാനിക് ഫാമിംഗുള്ള ഡിഫറൻസ്? പറഞ്ഞ ഏകദേശം എന്താണ് ഡിഫറൻസ് നാച്ചുറൽ ഫാമിംഗ് ഓർഗാനിക് ഫാമിംഗ് തമ്മിലുള്ള? ഓക്കെ, നാച്ചുറൽ ഫാമിംഗ് എന്ന് പറയുമ്പം എന്താണ്? ഓൺ ഫീൽഡ് ട്രീറ്റ്മെന്റ് ആണ്. ദർ ഇസ് നത്തിങ് കംസ് ഫ്രം ഔട്ട്സൈഡ് ദ ഫീൽഡ്. ഓക്കെ, ഓർഗാനിക് ഫാം ആകുമ്പം സ്റ്റിൽ ഓർഗാനിക് ആണെങ്കിലും യു ഹാവ് ടു ടേക്ക് സംതിങ് ഔട്ട് ഓഫ് ദ ഫീൽഡ്. അതായത് നമ്മളിപ്പം ഓർഗാനിക് മാനുവർ ഒക്കെ മേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫീൽഡിൽ വെക്കേണ്ടി വരും. അല്ലെങ്കിൽ കമ്പോസ്റ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് ഫീൽഡ്, അത് ഓഫ് ഫീൽഡിലല്ലാത്ത ഓൺ ഫീൽഡിലല്ലാത്ത സാധനങ്ങൾ പുറത്തുനിന്ന് മേടിച്ചിട്ട് നമ്മൾ ഫീൽഡിൽ അപ്ലൈ ചെയ്യേണ്ടി വരും. പക്ഷെ നാച്ചുറൽ ഫാമിങ്ങിൽ ഒരിക്കലും ഓഫ് ഫീൽഡ് സാധനങ്ങൾ യൂസ് ചെയ്യില്ല. ആ ഡിഫറൻസ് ഓർത്തു വെക്കണം, വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ബിക്കോസ് ദിസ് ഇയർ government budget also really focusing on natural farming. So there is a difference between organic farming and natural farming is that both are not using synthetic pesticide. That is true. Okay, രണ്ടും സിന്തറ്റിക് പെസ്റ്റിസൈഡ് യൂസ് ചെയ്യുന്നില്ല. പക്ഷെ നാച്ചുറൽ ഫാമിങ്ങിൽ എവറിത്തിങ് ഹാപ്പൻ ഇൻ ഓൺ ഫീൽഡ്. ആ ഫീൽഡിൽ എന്തുണ്ടോ അത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, പുറത്തുനിന്ന് ഒന്നും വരില്ല. പക്ഷെ ഓർഗാനിക് ഫാമിംഗ് ആണെങ്കിൽ സിന്തറ്റിക് പെസ്റ്റിസൈഡ് യൂസ് ചെയ്യില്ല. പക്ഷെ ദർ ഈസ് എ ഓഫ് ഫീൽഡ് ഐറ്റംസ്, ഓഫ് ഫീൽഡ് ഇൻപുട്ട് വരും. സോ കോസ്റ്റ് കുറച്ചുകൂടി എവിടെ കൂടുതലായിരിക്കും? ഓർഗാനിക് ഫാമിങ്ങിന് കൂടുതലായിരിക്കും. നാച്ചുറൽ ഫാമിങ്ങിന്റെ കോസ്റ്റ് എപ്പോഴും കുറവായിരിക്കും. കാരണം ഓൺലി ഓൺ ഫീൽഡ് ഐറ്റം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഓൺ സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് ആൻഡ് നാച്ചുറൽ ഫാമിംഗ് ആൻഡ് ഓർഗാനിക് ഫാമിംഗ്. ഓക്കെ, മനസ്സിലായല്ലോ? So this year 2022 and 2023
75 years of independence, as we discussed, and this is also an international year of millet. Very important for this year because 2018 we have celebrated as International Year of Pulses, and that year there was a question on UPSC also. So there is a chance that you will be getting a question from millet. So you have an homework here because milletine patti korchude detail aayittu padikkanam, like different type of millets you need to study, and ഏത് സ്റ്റേറ്റ് ആണ് ആ മില്ലറ്റ്സിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതുകൂടി ഒന്ന് പഠിച്ചു വെച്ചിരിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, സോ അതൊന്ന് ചെയ്യാം. സോ ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ് 2022 ആൻഡ് 2023 ഇയറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർനാഷണൽ ഇയർ ആയിട്ട് UN അംഗീകരിച്ചിട്ടുണ്ട്, FIOയും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് പ്രപ്പോസ്ഡ് ബൈ ഇന്ത്യ. ഇന്ത്യയുടെ പ്രപ്പോസലാണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ് ആചരിക്കുന്നത്. സോ മില്ലറ്റിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് എന്താണ്? ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആണ്. സോ ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യാൻ അധികം വാട്ടർ ഗസ്ലിംഗ് അല്ല, കുറച്ചുകൂടി ഡ്രൈ ആയിട്ടുള്ള ഏരിയയിലൊക്കെ ഇത് കുറച്ചുകൂടി ക്രോപ്പ് ഉണ്ടാവും. പിന്നെ ഹൈലി ന്യൂട്രീഷൻ റിച്ച് ആണ്. നമ്മുടെ ഗവൺമെന്റിന്റെ പോളിസീസിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എന്താണ്, ഫുഡ് പോളിസീസ് വെച്ചോളം നമ്മൾ സിറിയൽ സെൻട്രിക് പോളിസിയാണ് അല്ലെ. നമ്മൾ കൂടുതൽ റൈസ് ആൻഡ് വീറ്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വി ആർ നോട്ട് ഹങ്കർ, ബട്ട് വി ഹാവ് ഹിഡൻ ഹങ്കർ. ന്യൂട്രീഷൻ നമ്മളിപ്പോ ഇവിടുത്തെ നമ്മൾ ക്ലാസ്സിൽ തന്നെ ആളുകളെ തന്നെ എടുക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദം ആർ വിൽ ബി ഹിഡൻ ഹങ്കർ ആയിട്ടുള്ള ആളുകളായിരിക്കും. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടാവും. സോ മില്ലറ്റ്സിന്റെ ഗുണം എന്ന് വെച്ചാൽ മില്ലറ്റ്സ് ഉണ്ടെങ്കിൽ ആ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി, അപ്പം ഇത് ചീപ്പാണ്, ഡ്രൈ ആയ ഏരിയയിൽ പറ്റാൻ പറ്റും, കുറച്ചുകൂടി ഇൻകം കിട്ടും. സോ വേൾഡ് ലെവലിൽ നോക്കുകയാണെങ്കിൽ ഹൈയസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് മില്ലറ്റ് ആരാണ്? ഏറ്റവും കൂടുതൽ മില്ലറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ഇന്ത്യ. ഓക്കെ, ഇന്ത്യയാണ് ഹൈയസ്റ്റ് ലെവൽ, ഫസ്റ്റ് വേൾഡ് ഹൈയസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് മില്ലറ്റ്. സെക്കൻഡ് വരുന്നത് നൈജർ, ആൻഡ് തേർഡ് ഈസ് our one and only friend China. So wherever you go, they will follow us. So China ആണ് third producer, but total production നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ is around 11,500 million ton produce ചെയ്യുന്നുണ്ട്. China is only 2,700 million ton. So way more higher than China നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മില്ലറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ടുഗദർ ഈ മൂന്ന് കൺട്രിയോട് കൂടിയിട്ട് ടോട്ടൽ വേൾഡ് മില്ലറ്റ്സിന്റെ 55% പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. സോ വി ആർ ലൈക്ക് ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് മില്ലറ്റ് ഇൻ ദ വേൾഡ്. സോ ഇന്ത്യ ആണ് ഏറ്റവും വലിയ പ്രൊഡ്യൂസർ, ദെൻ നൈജർ, ദെൻ ചൈന. ഓക്കെ, ആൻഡ് വിത്ത് റെസ്പെക്ട് ടു വിത്തിൻ ദ സ്റ്റേറ്റ്, ഇന്ത്യയിൽ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മില്ലറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതായിരിക്കും? ലോജിക്ക് വെച്ച് യൂസ് ചെയ്താൽ തന്നെ നമുക്കറിയാം ഇതൊരു ഡ്രൈ, വെള്ളം അധികം വേണ്ടാത്ത സ്ഥലമാണ് അല്ലെ. അപ്പൊ നമുക്ക് അതെ ആ ഏരിയകളായിരിക്കും. സോ അതിൽ ഏറ്റവും നല്ല ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരെ രാജസ്ഥാൻ ആയിരിക്കും. സോ ഏറ്റവും കൂടുതൽ രാജസ്ഥാനാണ്. പക്ഷെ സെക്കൻഡ് ഗുജറാത്ത് അല്ല, മഹാരാഷ്ട്രയാണ്. Then Karnataka and the northern Karnataka is kind of a dry area. So they are promoting intensively, millets there. So millets il thanne different types undu. Adu edakkana types ennulla orthuka. For example, bajra, pearl millet and bajra same, sorghum, angane aa millets eda difference ennu alochikka. Adil thanne ettavum kududal millets varunathu, ettavum kududal produce cheyna millet pearl millet aanu. Bajra ennu parayna millet aanu. Adu ഈ പേൾ മില്ലറ്റ് ആണ് 4th ലാർജസ്റ്റ് പ്രൊഡ്യൂസിങ് ക്രോപ്സ് ഇൻ ഇന്ത്യ. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതാണ്? റൈസ് ആണോ വീറ്റ് ആണോ? റൈസ് ആണോ വീറ്റ് ആണോ? എക്കണോമിക് സർവേയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൈസ് ആണ് അല്ലെ. റൈസ്, സെക്കൻഡ് വീറ്റ്, തേർഡ് മൈസ് ആണ്, 4th മില്ലറ്റ്. ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന 4th ലാർജസ്റ്റ് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതാ? മൈസ്. ഓക്കെ, മനസ്സിലായല്ലോ. സ്റ്റേറ്റ്സിൽ 3 സ്റ്റേറ്റ് ഏതായിരുന്നു? രാജസ്ഥാൻ, മഹാരാഷ്ട്ര, പിന്നെ കർണാടകന്റെ ഒക്കെ വിദർഭ റീജിയനിലൊക്കെ ഇത് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നോർത്തേൺ കർണാടക ഡ്രൈ ആയിട്ടുള്ള സ്ഥലം. ഓക്കെ, ഫൈൻ, മാറ്റട്ടെ. അവൈലബിൾ ആണ്. ഒന്ന് ആ 360 എന്നുള്ള അവസാനം വരുന്ന നമ്പറിൽ ഒന്ന് വിളിച്ച് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, സോ ഐ തിങ്ക് ഓക്കെ വി ആർ ലൈക്ക് ലാസ്റ്റ് ടോപ്പിക് ഐ തിങ്ക്. സോ കിസാൻ ഡ്രോൺസ് ആണ് അടുത്തത്. കിസാൻ ഡ്രോൺസ് ഗവൺമെന്റ് ഈ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്താണ്. ഇറ്റ്സ് എ സബ്മിഷൻ ഓഫ് അഗ്രികൾച്ചർ മെക്കനൈസേഷൻ. ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ അഗ്രികൾച്ചർ ഈസ് ഫേസിംഗ് ഫ്രം എ ടെക്നോളജിക്കൽ ഫെറ്റീഗ്. ലൈക്ക് ടെക്നോളജി അത്ര ഇന്റൻസീവ് അല്ല, ഇപ്പോഴും ലേബർ ഇന്റൻസീവ് ആയിട്ട് തന്നെയാണ് ഇന്ത്യൻ അഗ്രികൾച്ചർ വർക്ക് ചെയ്യുന്നത്. സോ ഗവൺമെന്റ് ഈസ് വാണ്ടഡ് ടു ഇൻട്രൊഡ്യൂസ് മോർ ടെക്നോളജീസ് ഇൻ ദി അഗ്രികൾച്ചർ ഫീൽഡ്. സോ ഗവൺമെന്റ് ഈസ് ഇൻട്രൊഡ്യൂസ് കിസാൻ ഡ്രോൺസ്. ഈ കിസാൻ ഡ്രോൺസിനുള്ള ഗുണങ്ങൾ ചോദിച്ചിട്ട് സ്റ്റേറ്റ്മെന്റ് ചോദിക്കുകയാണെങ്കിൽ
you should remember that like it will promote crop assessment not only for the farmers, it will also help the insurancer under the Fasal Bima Yojana. So അത് ഓർത്തു വെക്കണം. അതുപോലെ തന്നെ ഡിജിറ്റലൈസേഷൻ ഓഫ് ലാൻഡ് റെക്കോർഡ്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കാണുവാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ ഡിജിറ്റലൈസേഷൻ ഓഫ് ലാൻഡ് റെക്കോർഡ്സിനും ഈ ഡ്രോൺസ്, കിസാൻ ഡ്രോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സ്പ്രേയിങ് ഓഫ് ഇൻസെക്ടിസൈഡ്സ് ലൈക്ക് ഇൻസെക്ടിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ് സ്പ്രേയിങ്ങിന് വേണ്ടിയിട്ട് കിസാൻ ഡ്രോൺസ് യൂസ് ചെയ്യും. ബിക്കോസ് ഇന്ത്യ ഹാവ് ദ പ്രോബ്ലം ഓഫ് ടോക്സിക് ഫാമിംഗ്, നോട്ട് ടോക്സിക് റിലേഷൻഷിപ്പ്, ടോക്സിക് ഫാമിംഗ് കൂടി ഉണ്ട്. സോ ടോക്സിക് ഫാമിംഗ് എന്ന് പറയുന്നത് ഫ്യൂ ഇയേഴ്സ് ബാക്ക് യവത്മാൽ ഡിസ്ട്രിക്റ്റിൽ ഒരുപാട് ഫാമേഴ്സ് മരിച്ചു പോയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ എൻഡോസൾഫാൻ കേരളത്തിൽ ഉപയോഗിക്കുന്നതൊക്കെ ടോക്സിക് ഫാമിംഗിന്റെ എക്സാമ്പിൾ ആണ്. സോ ദാറ്റ് ഈസ് അഗെയിൻ എ ഇമ്പോർട്ടന്റ് ടോപ്പിക് ഫോർ മെയിൻസ്. സോ ടോക്സിക് ഫാമിങ്ങിനെ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യു ക്യാൻ യൂസ് ഡ്രോൺസ്. സോ ഈ കിസാൻ ഡ്രോൺസ് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ അതുപോലെ തന്നെ മെക്കനൈസേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റ് ഓൾസോ ഇൻട്രൊഡ്യൂസ്ഡ് കസ്റ്റം ഹയറിംഗ് സെന്റേഴ്സ്. സോ യു വിൽ ബി ഗെറ്റിംഗ് എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കസ്റ്റം ഹയറിംഗ് സെന്റേഴ്സ്? കസ്റ്റം ഹയറിംഗ് സെന്റേഴ്സ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അവരെന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, എല്ലാവരും 86% ഓഫ് ഇന്ത്യൻ ഫാമേഴ്സ് ആർ സ്മോൾ ആൻഡ് മാർജിനൽ. സോ ദേ ആർ നോട്ട് ഏബിൾ ടു അഫോർഡ് ടു ബൈ ദിസ് machineries, right? So ഈ കസ്റ്റം ഹയറിംഗ് സെന്റേഴ്സിൽ യു ക്യാൻ ആക്ച്വലി റെന്റ് ഔട്ട് ദി തിങ്സ് ലൈക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ JCB അല്ലെങ്കിൽ ട്രാക്ടർ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെന്റിന് എടുക്കാം. സോ ഫോർ ദ പർട്ടിക്കുലർ പീരിയഡ് യു ക്യാൻ യൂസ് ഇറ്റ് ആൻഡ് യു ക്യാൻ ഗിവ് ഇറ്റ് ബാക്ക്. സോ അങ്ങനത്തെ കസ്റ്റം ഹയറിംഗ് സെന്റേഴ്സ് ഉണ്ടാവും. സോ ഐ തിങ്ക് ദിസ് ഈസ് ഫോർ ടുഡേ. സോ ജസ്റ്റ് KGF ഹാങ് ഓവർ. സോ ഇതിനകത്ത് ഇനിയിപ്പോ നിങ്ങളുടെ പാർട്ടിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ജസ്റ്റ് ആസ് ഐ സെഡ് റിവിഷൻ. സോ റിവൈസ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് ഇനിയൊരു 2-3 ഇതുകൂടി ഉണ്ട്, പ്രയോറിറ്റി ഏരിയാസ് ഉണ്ട്. ആ 2 പ്രയോറിറ്റി ഏരിയാസ് വിൽ കവർ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ലൈക്ക് വ്യാഴാഴ്ച 2:30 ആയിരിക്കും ക്ലാസ്. സോ ബൈ ദെൻ 2 ക്ലാസ് കൊണ്ട് നമ്മൾ ബഡ്ജറ്റ്, എൻ്റെ ബഡ്ജറ്റ് കവർ ചെയ്യും. സോ ആ സ്കീംസ് പറഞ്ഞിട്ടുള്ള ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ബാക്കിയുള്ള സ്കീംസ് ഇനിയുള്ളത് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് ഉണ്ട്, IT സെക്ടേഴ്സ് വരുന്നുണ്ട്, ഫിനാൻഷ്യൽ സെക്ടേഴ്സ് വരുന്നുണ്ട്. ദിസ് സ്കീംസ് ലൈക്ക് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുന്ന കുറെ സ്കീംസ് ആണ്. വിൽ കവർ ഇൻ ഇറ്റ്. ബാക്കി ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം റിവിഷൻ ആണ്. കാരണം ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ക്വസ്റ്റ്യൻസിൽ വരും. ഡയറക്റ്റ് വന്നില്ലെങ്കിലും ബൈ യൂസിങ് ദിസ് നോളജ് യു ക്യാൻ എലിമിനേറ്റ് ലോട്ട് ഓഫ് ഓപ്ഷൻസ്. സോ യു ഷുഡ് ബി തറോ വിത്ത് വാട്ട് എവർ നോളജ് യു ഹാവ്. So I'll be sharing the PPT, and if you are not getting the PPT, like you just contact the administration, they will give you, means all the group we will be putting in the group, so you can take it from there. Avudnu kittiyillengil, in case if you are not in any group, okay, there also you can take it. You can just text us. Any doubt undo? Documents വായിക്കണം എങ്ങനെ ബഡ്ജറ്റ് ആയിട്ട് ഇനി ഒരു ഡോക്യുമെന്റും വായിക്കാൻ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. ലൈക്ക് I know this is very little, but whatever important I have covered, like we have a problem that നമുക്ക് വലിയ മെറ്റീരിയൽ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ സാറ്റിസ്ഫാക്ഷൻ വരുള്ളൂ. There is a fear of missing out. But what I tell you, like നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളത് ഫോക്കസ് ചെയ്തിട്ട് എക്സാമിന് ചോദിക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. വേണമെങ്കിൽ ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് പേപ്പറിന്റെ എണ്ണം കൂട്ടാം. ബട്ട് that is not relevant. Like the problem with the UPSC examination is that you like simple ആയ ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ, but people are run behind like sports based questions and all. And if when you are not clearing, you will say what kind of questions UPSC asking, like, but you will be like making wrong in that basic questions also. So അത് ഒഴിവാക്കാൻ മാത്രമേ ഉള്ളൂ. വേറെ ഡോക്യുമെന്റ്സ് ബഡ്ജറ്റിന് വേണ്ടി വായിക്കേണ്ട. ഐ വിൽ അഷ്യൂറിംഗ് യു, ബഡ്ജറ്റിൽ നിന്ന് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കവർ ചെയ്യാത്തതിൽ പുറത്തുനിന്ന് ബഡ്ജറ്റിൽ ഒന്നും വരില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ വരില്ല. സോ ദാറ്റ് ഐ ക്യാൻ അഷ്യൂർ യു. അതുപോലെ ജനറലി നമ്മുടെ UPSC പ്രിപ്പറേഷനിൽ നമ്മൾ കൂടുതൽ ബേസിക് NCERT ബുക്സ് തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് ജസ്റ്റ് ഒരു വൺ ടൈം റീഡിംഗ് പോലെ. ടോട്ടൽ ട്രെൻഡ് നമ്മൾ നോക്കുവാണെങ്കിൽ 2016 ഈസ് ദ ഇയർ കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നത്. അറൌണ്ട് 36% 2016 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ എപ്പോൾ നോക്കുവാണെങ്കിലും സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻ ആണ് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യനെക്കാട്ടും കൂടുതൽ. സോ in any worst case, more than 60% of the question will be from the static part, and there will be few questions which nobody knows. That doesn't matter. Selection is not based on those few questions. Selection is only based on 60 questions which everybody knows. ഇവിടെ ഈ ക്ലാസ് ഇരിക്കുന്ന എല്ലാവർക്കും അറിയുന്ന ചോദ്യത്തിന് ഉത്തരം തെറ്റിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ സർവീസിൽ നിന്ന് ഔട്ട് ആവുള്ളൂ. അല്ലാതെ വല്ലപ്പോഴും ചോദിക്കുന്ന സ്പോർട്സ് ക്വസ്റ്റിനോ ആർക്കും അറിയാത്ത ഒരു സാധനവും നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് 200 പേജിന്റെ ഒരു മെറ്റീരിയൽ വായിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നെവർ ഗോയിങ് ടു എൻഡ് യുവർ പ്രിപ്പറേഷൻ. അത് മാത്രമല്ല, ദാറ്റ്സ് നോട്ട് പോസിബിൾ. യു കനോട്ട് റീഡ് 200 സ്കീംസ്. ലൈക്ക് സ്കീംസ് നമ്മൾ 200, 300 2014 മുതൽ ഗവൺമെന്റ് ഉണ്ടാക്കിയ സ്കീം മൊത്തം വായിക്കാൻ തന്നു കഴിഞ്ഞാൽ ഇത് 2 ദിവസം കൊണ്ട് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യും. ഗവൺമെന്റ് 2022 ഗോൾ സെറ്റ് ചെയ്ത പോലെ ആയിരിക്കും, നെവർ ഗോയിങ് ടു അച്ചീവ് എനി ഗോൾ. സോ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോവാതെ ലൈക്ക്
വാട്ട് എവർ ഗവൺമെന്റിന് ഇപ്പം ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് സ്കീം ഓട്ടോമാറ്റിക്കലി ഇമ്പോർട്ടന്റ് ഫോർ യു. ലൈക് ഗവൺമെന്റിന്റെ പ്രയോറിറ്റി സ്കീംസ് ആണോ എങ്കിൽ മാത്രമേ UPSC ആ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്നുള്ളൂ. സോ അങ്ങനെ നിങ്ങളെ പഠിക്കാനുള്ള പ്രയോറിറ്റൈസ് ചെയ്യുക. ആൻഡ് ഇഫ് യു ആർ മേക്കിംഗ് സം ക്വസ്റ്റ്യൻ ലൈക് റോങ്, എസ്പെഷ്യലി ക്വസ്റ്റ്യൻ ഫ്രം NCERT, ദാറ്റ് ഗോയിങ് ടു ലൈക്ക് ഫെയിൽ യുവർ അറ്റംപ്റ്റ് എന്നുള്ളതാണ്. അല്ലാതെ മറ്റ് ക്വസ്റ്റ്യൻസ് നിന്നും മറ്റേ നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് പ്യുവർലി ലക്ക്, ദാറ്റ്സ് ഓക്കെ, യു ഹാവ് ദാറ്റ് മാർക്ക്. കിട്ടിയില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യില്ല, പ്രിലിംസ് ഫെയിൽ ആവില്ല. പക്ഷെ മറ്റു ക്വസ്റ്റ്യൻസ് ഫെയിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രിലിംസ് ഫെയിൽ ആവും. സോ സെലക്ഷൻ ഈസ് ഓൺലി ബേസ്ഡ് ഓൺ സ്റ്റാറ്റിക് പാർട്ടും. Okay, just after the examination, what happened? Everybody knows every answer. So, ella കഴിഞ്ഞു കഴിഞ്ഞിട്ട് you will be like genius. അവിടുന്ന് ക്വസ്റ്റ്യൻ വന്നു, ഇവിടുന്ന് ക്വസ്റ്റ്യൻ വന്നു. So, in hindsight, everybody is genius. That's okay. But at that examination ടൈമിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യണമെങ്കിൽ you should be clear with NCERTs and the basics. Okay. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ജസ്റ്റ് നമ്മുടെ ഈ വിഷന്റെ പോലുള്ള ഏതെങ്കിലും ഡോക്യുമെന്റ് ഒരു 1 ഇയർ ജസ്റ്റ് റഷ് ചെയ്ത് പോയാൽ മതി. 1 year also, there will like 1 year na motto edukaanengil there will be 100 pages, 12 months, it's around 1200 words. I am telling you, you won't be able to recollect it. But go through it. Any material, every material is good. I'm not preferring any material, but ഏത് മെറ്റീരിയൽ എടുക്കുകയാണെങ്കിലും അതിൽ ഇമ്പോർട്ടന്റ് ആയത് മാത്രം എടുക്കുക. ഫോർ എക്സാമ്പിൾ പോളിറ്റി എടുക്കുക. പോളിറ്റി ഏത് വർഷം എടുത്തു കഴിഞ്ഞാലും more than 70% of questions are static and only 30% are from the current affairs. And whatever current affairs they are asking, ആ current affairs ഇപ്പൊ ഗവർണറെ പറ്റി ഒരു ഇഷ്യൂ ഉണ്ട്. What they will ask, ഗവർണറിന്റെ ആ ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഗവർണറെ പറ്റി എന്തെങ്കിലും ക്വസ്റ്റ്യൻ സ്റ്റാറ്റിക്കിനൊന്നും ചോദിക്കും. ചിലപ്പോൾ കറണ്ട് അഫയേഴ്സ് തന്നെ ആയിരിക്കില്ല ചോദിക്കുന്നത്. പക്ഷെ എക്കണോമിക്സിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ബേസിക് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് വരും. എന്താണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്നായിരിക്കും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. അല്ലെങ്കിൽ എന്താണ് CRR എന്ന് ചോദിക്കും. അല്ലെങ്കിൽ എങ്ങനെയാണ് കൗണ്ടർ സൈക്കിൾ പോളിസി ഇമ്പാക്ട്, അങ്ങനെ ഡയറക്റ്റ് ടേംസ് വെച്ചിട്ടാണ് പൊതുവെ ചോദിക്കുക. കോംപ്ലിക്കേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല എക്കണോമിക്സിൽ. തിയററ്റിക്കലായിട്ട് ഭയങ്കരമായി പോകേണ്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കില്ല. പിന്നെ ടോപ്പ് ലെയറിൽ നിന്ന് മാത്രം ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഉത്തരം ശരിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്കണോമിക്സ്. കൂടുതൽ നോളജ് കാണിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻ തെറ്റിപ്പോകും. ആ ടോപ്പ് ലെയറിൽ ഫസ്റ്റ് ലെയറിൽ എന്താണോ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് അത് തന്നെയായിരിക്കും അതിന്റെ ഉത്തരം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. പിന്നെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി എക്കണോമിക്സിൽ കൂടുതൽ ഉണ്ടാവും കമ്പയർഡ് ടു പോളിറ്റി വരികയാണെങ്കിൽ. പിന്നെ എൻവയോൺമെന്റ് അറിയാലോ, എൻവയോൺമെന്റിൽ നിന്ന് ഒരുപാട് കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ളതും സ്റ്റാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. എൻവയോൺമെന്റ് ആണെങ്കിലും മാപ്സ് ഉണ്ടാക്കുക. നമ്മള് ഇപ്പം എൻഡേഞ്ചേർഡ് ആണെങ്കിലും വൾണറബിൾ എൻഡേഞ്ചേർഡും ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡും തമ്മിൽ മാക്സിമം ഒരു ലെസ് ദാൻ 30 സ്പീഷീസ്. അത് മൊത്തം ഒരു മാപ്പ് വരച്ചിട്ട് എൻഡേഞ്ചേർഡ് സ്പീഷീസ് എവിടെയൊക്കെയാണ്, അവരുടെ എക്കോസിസ്റ്റം ഏതാണെന്ന് അടയാളപ്പെടുത്തി വെക്കുക. ഓരോ സ്റ്റേറ്റിന്റെ ആനിമൽ എന്താണെന്ന് പഠിച്ചു വെക്കുക. എന്തിനാന്ന് വെച്ചാൽ ആ സ്റ്റേറ്റിന്റെ ആനിമൽ ആകുമ്പോൾ ആ സ്റ്റേറ്റിൽ തന്നെ അതിന്റെ എക്കോസിസ്റ്റം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. സോ ഓട്ടോമാറ്റിക്കലായിട്ട് ആ എക്കോസിസ്റ്റം മാച്ച് ചെയ്യാത്ത ഏതെങ്കിലും ഒരു എക്കോസിസ്റ്റത്തിനെ തെച്ച് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതൊരിക്കലും ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റേറ്റ് ആനിമലൊക്കെ പഠിച്ചു വെക്കുന്നത്. ദെൻ റിവേഴ്സിന്റെ ട്രിബ്യൂട്ടറീസ് എല്ലാം കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നു. കുറെ വർഷത്തിന് ശേഷം കഴിഞ്ഞ വർഷം വീണ്ടും റിവർ ട്രിബ്യൂട്ടറീസ് ചോദിച്ചു. സോ ദർ മേ ബി ക്വസ്റ്റ്യൻസ്. അതും വരച്ച് പഠിക്കുക. ഓക്കെ, ഓരോ മാപ്പ് എടുക്കുക, വരയ്ക്കുക, റിവർ വരയ്ക്കുക, ട്രിബ്യൂട്ടറീസ് വരയ്ക്കുക, എൻഡേഞ്ചേർഡ് സ്പീഷീസ് വരയ്ക്കുക, സോയില് ഏതൊക്കെ സ്ഥലത്താണ് സോയിൽ, അതിന് വേണ്ടിയുള്ള ക്രോപ്പുകൾ ഏതാണെന്നുള്ളത് വരയ്ക്കുക, പ്രധാനപ്പെട്ട ഓരോ സ്റ്റേറ്റിലെ ക്രോപ്പുകൾ ഒരു മാപ്പിൽ വരയ്ക്കുക. ആൻഡ് യു വിൽ ബി ഹാവിംഗ് അറൌണ്ട് 640-50 മാപ്സ്. ബട്ട് വൺസ് യു ഡിഡ് ദിസ് മാപ്പ്, ഒരു ഔട്ടർ മാപ്പ് മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക, പ്രിന്റ് എടുക്കുക. ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സാമിന്റെ 10 മിനിറ്റ് മുമ്പ് ഒരു 50 മാപ്പ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 2, ഈ മാപ്പിൽ അടയാളപ്പെടുത്തിയ നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അത് കുറച്ചുകൂടി മെമ്മറിയിൽ കയറും. മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനകത്ത് നമുക്ക് ഈസി ആയിട്ട് റിവിഷൻ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നമ്പർ ഓഫ് ടൈംസ് റിവിഷൻ കൂടുതൽ എടുക്കാൻ പറ്റും. ഇത്രയും ഗുണങ്ങൾ ഉണ്ട് അത് ചെയ്യുന്നതിന്. ഇതുപോലെ തന്നെ മാപ്പിൽ ക്ലൈമറ്റുകൾ അടയാളപ്പെടുത്തി വെക്കുക. കൂടുതൽ ഇങ്ങനത്തെ കുറച്ചുകൂടി സ്മാർട്ട് സ്റ്റഡീസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സാമിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് മാക്സിമം ടൈം റിവിഷൻ ചെയ്യാന്നുള്ളതിൽ ഉപരി ഇപ്പൊ നിങ്ങൾ റിവിഷൻ ചെയ്യുന്നപ്പോ പോളിറ്റി എടുത്തു, നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ടിട്ട് ഇനിയും വായിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ആലോചിച്ചാൽ മതി, ഹിസ്റ്ററിയിലെ 1940s ശേഷവും 1947 വരെയുള്ള ആ പീരീഡിൽ നിന്ന് ആളുകൾക്ക് പൊതുവെ ഒരു ക്ലാരിറ്റി ഇല്ല. ഒരുപാട് സ്റ്റുഡൻസിന് ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്ത ഏരിയയാണ് 1940 തൊട്ടിട്ട് 1947 വരെ. ബിക്കോസ് നമ്മൾ ആദ്യം 1857 തൊട്ടാണ് വായിക്കുന്നത്. 1857 ഭയങ്കര എനർജി ആയിരിക്കും. പക്ഷെ അവസാനം എത്തുമ്പോഴേക്കും നമ്മൾ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തീർത്താൽ മതിയായതുകൊണ്ട് ഈ ഏരിയയിൽ എന്തൊക്കെ നടന്നു എന്നുള്ളതിനെ പറ്റി അറിയില്ല. ആൻഡ് ദിസ് ഇസ് ദ ഫേവറേറ്റ് ഏരിയ ഫോർ UPSC ഓൾസോ. സോ ഇനി വായിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള റിവിഷൻ മോഡൽ എടുക്കാതെ
read from backside. ഒന്നെങ്കിൽ തിരിച്ചു വായിക്കാം. 47 തൊട്ട് തിരിച്ചു വായിക്കുമ്പോൾ you will be having higher energy. There is no point of again putting energy on 1857 because you already know it. Everybody knows it. Okay. അല്ല പിന്നെ അതുപോലെ റിവിഷനെ ഒന്ന് ആ പാറ്റേൺ ഒക്കെ മാറ്റാം. അതുപോലെ തന്നെ ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒറ്റ ടൈം വായിക്കുമ്പോൾ നിങ്ങൾ ആദ്യം പോയിട്ട് പൊളിറ്റി വായിക്കുകയാണെങ്കിൽ പൊളിറ്റിന്റെ പുറകിലെ ടേബിൾ മാത്രം വായിച്ചു. സോ യു വിൽ ബി റീഡിങ് ഓൾ ദ ചാപ്റ്റേഴ്സ് ബട്ട് ഓൺലി ടേബിൾസ്. സോ ഡിഫറെന്റ് പാറ്റേൺ സെറ്റ് ചെയ്യും. അപ്പൊ കുറച്ചുകൂടി ചെയ്യും. പിന്നെ പ്രയോറിറ്റൈസ് ചെയ്ത ടോപ്പിക്കുകൾ, എല്ലാ ടോപ്പിക്കുകളും വായിക്കാം. പ്രയോറിറ്റൈസ് ചെയ്ത ടോപ്പിക്കുകൾ കൂടുതൽ വായിക്കാം. പിന്നെ ആർട്ട് ആൻഡ് കൾച്ചറിനെ സംബന്ധിച്ചുള്ള ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ഒരു 3-4 ടെസ്റ്റ് എടുക്കുക. ആ ടെസ്റ്റ് ഭയങ്കര നല്ല വൃത്തിയിൽ പഠിക്കുക. അതിൽ കൂടുതൽ ആർട്ട് ആൻഡ് കൾച്ചർ ഒന്നും ചോദിക്കാനില്ല. സോ എഗെയിൻ ആർട്ട് ആൻഡ് കൾച്ചർ അതിനകത്ത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം കവർ ചെയ്യാൻ പറ്റും. ഈവൻ ലൈക്ക് ഇഫ് യു ആർ ഗെറ്റിംഗ് എ വെരി ഡിഫിക്കൽട്ട് ടെസ്റ്റ്, ലൈക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് നമ്മൾ ചിലപ്പം ഡിസാസ്റ്റർ ആവുന്ന ചില ടെസ്റ്റുകൾ വരും. സോ അങ്ങനത്തെ ടെസ്റ്റുകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സാം പാസ് ആവാൻ ഏറ്റവും ആദ്യം വേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഷുഡ് ഡൊമിനേറ്റ് ദി എക്സാം. ദ മൊമെന്റ് യു ഡൊമിനേറ്റ് ദി എക്സാം യു വിൽ ക്ലിയർ ദിസ് എക്സാം. നമ്മൾ ആ എക്സാമിൽ ഡൊമിനേറ്റ് ചെയ്തില്ല, പേപ്പറിൽ പോയിട്ട് നമ്മൾ ഡൊമിനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഫെയിൽ ആവും. സോ അതുകൊണ്ടാണ് നമ്മൾ ചില ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ ആൾ ഭയങ്കര ടൈറ്റ് ആണെങ്കിൽ ഫുൾ എനർജി പോകും. നിങ്ങൾ ചിലപ്പോൾ 20-50 ക്വസ്റ്റ്യൻ ആയിട്ട് നിർത്തും, അല്ലെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ പിന്നെ എടുത്ത് നോക്കില്ല, അങ്ങനത്തെ സ്ഥിതിയിലേക്ക് എത്തും. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നത് നന്നായിരിക്കും. അങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനെ വീണ്ടും എടുത്തിട്ട് മാർക്ക് നോക്കേണ്ട കാര്യമില്ല. ഒരു വട്ടം വായിക്കുക, തെറ്റിയതൊക്കെ അടയാളപ്പെടുത്തുക, അതിനകത്ത് തെറ്റിയ ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യുക, ഗോ ബാക്ക് ടു NCERTs, റീഡ് ദോസ് ടോപ്പിക്, ടേക്ക് 1 week ഗ്യാപ്പ്, കം ബാക്ക് ടു സെയിം ടെസ്റ്റ് പേപ്പർ വിത്ത് ന്യൂ ഷീറ്റ്, ലൈക്ക് മാർക്ക് ചെയ്തതല്ല, അല്ലെ പുതിയത് പ്രിന്റ് എടുക്കുക, പുതിയ ഷീറ്റിൽ ഒന്നുകൂടി ചെയ്ത് നോക്കുക. ആൻഡ് മാർക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ 80-60 മാർക്ക് കിട്ടി കഴിഞ്ഞാൽ 150 മാർക്ക് കിട്ടാൻ പോകുന്നില്ല. മേ ബി 100 മാർക്കൊക്കെ എത്തിയിട്ടുണ്ടാവുള്ളൂ. സോ എത്തിയിട്ടുണ്ടെങ്കിൽ വീണ്ടും തെറ്റിയത് എടുക്കുക. ഇതിൽ ആദ്യത്തേൽ ശരിയായതും രണ്ടാമത് വീണ്ടും തെറ്റിയിട്ടുണ്ടാവും. ആദ്യം ചെയ്തപ്പോൾ ശരിയാക്കിയിട്ടുണ്ടാവും, രണ്ടാമത് വർഷം ചെയ്തപ്പോൾ തെറ്റിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ അർത്ഥം ആദ്യം ഇറ്റ്സ് ജസ്റ്റ് എ പ്യുവർ ലെക്ക്, ഒരു കോൺഫിഡന്റിൽ ക്ലിയർ ചെയ്തതല്ല ആദ്യം. അപ്പൊ അത് വീണ്ടും പോവുക, വീണ്ടും പോയിട്ട് അതുകൂടി പഠിക്കുക. സോ അങ്ങനെ ഈ പറയുന്ന പോലെ ഡിഫിക്കൽട്ട് ടെസ്റ്റിനെ കൂടുതൽ അപ്രോച്ച് ചെയ്ത് വീണ്ടും അത് പഠിച്ചു കഴിഞ്ഞാൽ ആർട്ട് ആൻഡ് കൾച്ചർ നിങ്ങൾക്ക് കവർ ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ. എക്കണോമിക്സ് ആണെങ്കിൽ ബേസിക് കോൺസെപ്റ്റ് ആണ്. ബേസിക് കോൺസെപ്റ്റുകൾ ക്ലാരിറ്റി വേണം. ടോപ്പ് ലെയറിൽ മാത്രം നിന്ന് ചിന്തിക്കുക. ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് പോയി ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും ദർ വിൽ ബി ഇഷ്യൂസ്. പിന്നെ ബേസിക് NCERTs മാക്സിമം തയ്യാറാക്കുക. ഓക്കെ, 6ാം ക്ലാസ് NCERT, 7ാം ക്ലാസ് NCERT, 8ാം ക്ലാസ് NCERT, ദെൻ +1 ഫൈനാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ സ്പെക്ട്രം വായിക്കുമ്പോൾ ഇപ്പം നിങ്ങൾ ആ ഒരു പാറ്റേൺ ഒഴിവാക്കിയിട്ട് ഡിഫറെന്റ് ഭയങ്കര സെലക്റ്റഡ് ആയിട്ട് ഇപ്പം ഓർഗനൈസേഷൻസ്, സോഷ്യൽ ഓർഗനൈസേഷൻസ് ആർ റിയലി ഇമ്പോർട്ടന്റ്. ദർ വിൽ ബി ക്വസ്റ്റ്യൻസ് 1940 to 47 ഈസ് റിയലി ഇമ്പോർട്ടന്റ്. UPSC ഈസ് റിപ്പീറ്റ്ലി ആസ്കിംഗ് ക്വസ്റ്റ്യൻ. സോ അത് ഇമ്പോർട്ടൻസ്. അങ്ങനെ പല ക്രോസ് പാറ്റേണിൽ വായിക്കാം. അപ്പം കുറച്ചുകൂടി നിങ്ങൾക്ക് റിവിഷൻ ഭയങ്കര എഫിഷ്യന്റ് ആയിരിക്കും. ആൻഡ് ഇഫ് യു ആർ റീഡിങ് ഇറ്റ് സ്ലോ, നൗ സ്ലോ റീഡിങ്ങിന്റെ സമയം കഴിഞ്ഞു. ഒരുപാട് ഫാസ്റ്റ് ആയിട്ട് വായിക്കുക. ഇറ്റ്സ് ഓക്കെ, യു വിൽ ബി മിസ്സിംഗ് ഔട്ട് സംതിങ്, അത് ഓക്കെ ആണ്. പക്ഷെ എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ ടൈം വായിക്കുമ്പോൾ എന്ത് ചെയ്യും, 1 തവണ 2 തവണ 3ാമത് തവണ വായിക്കുമ്പോൾ അത് കിട്ടിക്കോളും. പക്ഷെ ഫാസ്റ്റ് ആയിട്ട് വായിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ, മൾട്ടിപ്പിൾ ടൈംസ് വായിക്കാം. ഓക്കെ ഓക്കെ, എനിത്തിങ് എൽസ്? ഓക്കെ, സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ഏതെങ്കിലും ഈ മറ്റേ മന്ത്ലി ഡോക്യുമെന്റ് വായിച്ചാൽ മതി. 365 ഡോക്യുമെന്റ് വായിച്ചാൽ മതി. അതിൽ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യുക. എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന് നോക്കുക. ടെക്നോളജിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. പിന്നെ 6ാം ക്ലാസ് NCERTന്റെ ബേസിക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ അത് NCERTs ഒന്ന് കവർ ചെയ്യുക. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള വരിക. ദാറ്റ് ടെക്നോളജി ഷുഡ് ഹാവ് സം റിയൽ ഇമ്പാക്ട് ഇൻ ലൈഫ്. അങ്ങനത്തെ ടെക്നോളജികളായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ വരിക. അതിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നല്ല ഇമ്പാക്ട് ഹ്യൂമൻ ലൈഫിൽ വരുന്നുണ്ടാവും. വളരെ മൈന്യൂട്ട് ആയിട്ട് ചെറിയൊരു ഇമ്പാക്ട് ഇല്ലാത്ത സാധനം സയൻസ് ആൻഡ് ടെക്നോളജി ചോദിക്കില്ല. അപ്പം അതൊന്ന് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഇമ്പാക്ട് ഉള്ള സാധനങ്ങളാണെങ്കിൽ അതെന്തായാലും വായിക്കാം. Okay, that's it. Then we'll meet on Thursday 2:30. Okay, then we'll finish budget in that session. Okay.